അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ തകൂനൂ കല്ലദീന തഫറഖൂ വഖ്തലഫൂ മിൻ ബഅദി മാ ജാഅഹുമുൽ ബയ്യിനാത്ത് വഉലൈക ലഹും അദാബുൻ അലീം. ബഹുമാന്യനായ അധ്യക്ഷൻ, വേദിയിലും സദസ്സിലുമുള്ള ഭാരവാഹികളെ, രക്ഷിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, മെയ് 5-ാം തീയതി കോഴിക്കോട് വെച്ച് നടക്കുന്ന ജില്ലാ ഫാമിലി കോൺഫറൻസിൻ്റെ പ്രചാരണ പരിപാടികളുടെ ഉദ്ഘാടനമാണ് ബഹുമാന്യനായ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റ് PN അബ്ദുൽ ലത്തീഫ് മദനി ഇവിടെ നിർവഹിച്ചിട്ടുള്ളത്. കാലഘട്ടം ആവശ്യപ്പെടുന്ന ഒരു മഹത്തായ സന്ദേശം, വിശ്വാസ വിശുദ്ധി സംതൃപ്ത കുടുംബം എന്ന പ്രമേയത്തിലാണ് കേരളത്തിലുടനീളം ഫാമിലി കോൺഫറൻസുകൾ നടന്നു വരുന്നത്. നമുക്കറിയാം, ഭദ്രമായ ഒരു കുടുംബം എന്നത് സമൂഹ സൃഷ്ടിയുടെ അടിസ്ഥാനമാണ്. ആ കുടുംബത്തിൻ്റെ തുടക്കം മാനവർക്കുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള ഹുദൻ ലിന്നാസ്, മാനവർക്കുള്ള മാർഗദർശന ഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ പറയുന്നു, വഅഖദ്ന മിൻകും മീസാഖൻ ഗലീളാ, നാം അവരിൽ നിന്ന് ബലിഷ്ഠമായ കരാർ. വിശുദ്ധ ഖുർആൻ വിവാഹത്തെക്കുറിച്ച് പറയുന്നത് കനത്ത കരാർ എന്നാണ്, ബലിഷ്ഠമായ കരാർ എന്നാണ്. അഥവാ കുട്ടിക്കളിയല്ല, തമാശയല്ല എന്നർത്ഥം. രണ്ട് ഇരുമ്പ് കഷ്ണങ്ങൾ തമ്മിൽ ചൂടാക്കി ഒത്തുചേർത്ത് കഴിഞ്ഞാൽ പിന്നീട് ആ ഇരുമ്പ് കഷ്ണത്തെ നമുക്ക് വേർതിരിക്കാൻ കഴിയാത്തതുപോലെ ഭാഷാ പണ്ഡിതന്മാർ വലീല എന്ന പദത്തെ അങ്ങനെയാണ് വിശദീകരിച്ചിട്ടുള്ളത്. രണ്ട് ഇരുമ്പ് കഷ്ണങ്ങൾ പരസ്പരം വിളക്കിച്ചേർത്ത ആ കരാർ, ആ കനത്ത കരാർ, അതാണ് മതം പഠിപ്പിക്കുന്ന വിവാഹം എന്നത്. എന്നാൽ ഫാമിലി കോൺഫറൻസിൻ്റെ സാഹചര്യം വിവാഹം തന്നെ വേണമെന്നില്ല. പുതിയ തലമുറയിൽ വിവാഹം വൈകി മതിയാകും എന്ന് പറഞ്ഞാൽ 30 വയസ്സും അതുമൊക്കെ ആ പ്രായമൊക്കെ കഴിഞ്ഞിട്ടു മതി വിവാഹം എന്ന വ്യാപകമായി പ്രത്യേകിച്ച് പെൺകുട്ടികളിൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ പഠിക്കുന്ന, മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ബോധ്യമാകുന്ന കാര്യമാണ് മനുഷ്യൻ്റെ ഹോർമോൺ വളർച്ച എന്ന് പറയുന്നത്. അതെല്ലാ മനുഷ്യർക്കും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ദാഹത്തിന് വെള്ളം പോലെ, വിശപ്പിന് ഭക്ഷണം പോലെ മനുഷ്യൻ്റെ ആവശ്യമാണ് ലൈംഗികത എന്ന് പറയുന്നത്. അത് വിവാഹത്തിൻ്റെ പ്രായം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതുവരെ ആ ഹോർമോണുകൾ വിശ്രമിക്കുകയില്ല. മനുഷ്യൻ്റെ ആവശ്യമായി അത് നിലനിൽക്കും. അതിന് ആധുനിക സമൂഹം പുരോഗമനത്തിൻ്റെ പേരിൽ പറയുന്ന പരിഹാരം ലിവിങ് ടുഗദർ എന്നാണ്. ഇവിടെ ഉദ്ഘാടകൻ വിശദീകരിച്ചതുപോലെ നമ്മുടെ അങ്ങാടികളിൽ മൃഗങ്ങൾ ജീവിക്കുന്നത് പോലെ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളവരോടൊപ്പം ചെലവഴിക്കാം, ജീവിക്കാം. എപ്പോൾ അവർക്ക് അവസാനിപ്പിക്കണമെന്ന് തോന്നുന്നുവോ ആ സമയത്ത് അവസാനിപ്പിക്കുകയും ചെയ്യാം. ഇതിനൊരു പക്ഷേ നാട്ടിൽ വേശ്യാവൃത്തി എന്നൊക്കെ പറയും, പക്ഷെ അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ലിവിങ് ടുഗദർ എന്ന ഓമന പേരിലൂടെയാണ് അതറിയുന്നത്. നമ്മുടെ രാജ്യത്ത് പോലും സ്വവർഗ വിവാഹം, സ്വവർഗരതി എന്ന് പറയുന്നത് നിയമപരമായി തെറ്റായിരുന്നു. എന്നാൽ ജനങ്ങൾ കൂടി തീരുമാനിക്കുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ രാജ്യത്തും സ്വവർഗരതി നിയമവിധേയമായി. മുമ്പ് അത് കേസെടുക്കാൻ പറ്റുമെങ്കിൽ, അറസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ, ഇന്ന് സർക്കാർ അത് അനുവദിച്ചു കൊടുത്തിരിക്കുന്ന സംഭവമാണ്. എന്താണ് അല്പവർഷങ്ങളായി നമ്മുടെ നാട്ടിൽ നടക്കുന്നത്? മനുഷ്യ കുലത്തിൻ്റെ വർധനവ്, മനുഷ്യ സമൂഹത്തിൻ്റെ വർധനവ് ഒരു രാജ്യത്തിൻ്റെ പുരോഗതിയുടെ അടയാളമാണ്. എന്നാൽ സന്താന നിയന്ത്രണം എന്ന് പറഞ്ഞുകൊണ്ട്
നാം മുന്നോട്ട് പോയപ്പോൾ എന്തു സംഭവിച്ചു എന്ന് ഈ കഴിഞ്ഞ ദിവസം ഫെബ്രുവരി 9 കണ്ണൂരിൽ KSTAയുടെ അധ്യാപക സംഘടനയായ KSTAയുടെ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പിണറായി വിജയൻ പറഞ്ഞു, ജനസംഖ്യാ നിയന്ത്രണം ശിക്ഷയായി മാറിയിരിക്കുന്നു. കലക്ട്രേറ്റ് മൈതാനിൽ ഒരുമിച്ച് ചേർന്ന പ്രബുദ്ധമായ അധ്യാപകന്മാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നു, നാം നടപ്പാക്കിയ സന്താന നിയന്ത്രണം ഇപ്പോൾ ഒരു ശിക്ഷയായി മാറിയിരിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് കണ്ടത് വിദ്യാഭ്യാസ മേഖലയിൽ മാത്രമാണെങ്കിൽ, സ്കൂളിൽ കുട്ടികളെ 1-ാം ക്ലാസ്സിൽ കിട്ടാതെ പ്രയാസപ്പെടുന്ന കാര്യമാണ് അവിടെ അഡ്രസ് ചെയ്തതെങ്കിൽ, എല്ലാ രംഗത്തും അത് നമുക്കിന്ന് പ്രകടമായി കാണാൻ സാധിക്കും. അവിടെയാണ് പ്രകൃതിമതമായ ഇസ്ലാം വ്യക്തമായി പറഞ്ഞു, നഹ്നു നർസുഖുകും വഇയ്യാകും, നിങ്ങൾക്കും അവർക്കും ഭക്ഷണം നൽകുന്നത് നാമാണ്. ഒരു കുട്ടി ജനിച്ചു വീഴുമ്പോൾ അവന് ഭക്ഷണം കഴിക്കാനുള്ള ഒരു വായ മാത്രമല്ല, അധ്വാനിക്കാനുള്ള 2 കൈകളും ഒരു കുഞ്ഞിനുണ്ട്. അതുകൊണ്ട് ജനസംഖ്യ വർധനവിന് സമ്മാനം പ്രഖ്യാപിച്ചു. ചൈനയും ജപ്പാനുമൊക്കെ കൂടുതൽ കുട്ടികൾ ഉണ്ടാകുമെങ്കിൽ അവർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുന്നു. ജപ്പാൻ എന്ന രാജ്യം തന്നെ ഇല്ലാതായി പോകുമെന്ന് അവർ തന്നെ പറയുന്നു. കാരണം പ്രായമുള്ളവർ മാത്രമാണ് ആ രാജ്യത്തുള്ളത്. അവിടെയാണ് പ്രകൃതിമതമായ ഇസ്ലാം സന്താനങ്ങളെ കൃത്രിമമായി നിയന്ത്രിക്കേണ്ടതില്ലെന്ന് പറഞ്ഞപ്പോ ഈ താമരശ്ശേരിയിൽ എന്റെ ശബ്ദം ശ്രവിക്കുന്ന പൊതുജനങ്ങളിൽ എത്ര പേർ ഇസ്ലാമിക അധ്യാപനത്തെ പരിഹസിച്ചിട്ടുണ്ടാകും. ഇന്നിതാ ഉദ്ഘാടന പരിപാടിയിൽ പോലും പറയുന്നു, നമ്മളെന്ന് നടപ്പാക്കിയത് ഒരു ശിക്ഷയായി പോയി എന്നത്. അത് ഇസ്ലാം മതത്തിൽ ജനിച്ചു വീണ ആളുകളുടെ പവർ അല്ല, മറിച്ച് മുഖ്യമന്ത്രിയെയും ഇവിടെയുള്ള മുഴുവൻ ജനങ്ങളെയും സൃഷ്ടിച്ച ഈ ലോകത്തിന്റെ സൃഷ്ടാവിന്റെ വചനങ്ങൾ, അതാണ് വേദഗ്രന്ഥങ്ങൾ. ആ വേദഗ്രന്ഥങ്ങളുടെ അവസാനത്തെ പതിപ്പാണ് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ടാണ് വലാ തഖ്തുലു ഔലാദകും ഖശിയത ഇംലാഖ്, ദാരിദ്ര്യ ഭയത്താൽ നിങ്ങൾ കുട്ടികളെ കൊന്നുകളയരുത്. നീ ജനിച്ച ഒരു വ്യക്തിയാണ്, ഈ ലോകത്തേക്ക് ജനിച്ചു വീണ വ്യക്തിയാണ്. നിന്റെ മാതാപിതാക്കൾ നിന്നെ കൊന്നിരുന്നുവെങ്കിൽ, അതുകൊണ്ട് ആധുനിക സമൂഹം ഗർഭാശയത്തിൽ വെച്ച് കാച്ചിക്കളയുക എന്ന സ്വന്തം കുഞ്ഞിനെ ഗർഭാശയത്തിൽ വെച്ച് കൊന്നുകളയുന്ന പുരോഗമനമല്ല നമുക്ക് വേണ്ടത്. മറിച്ച് ഒരു കുഞ്ഞിനെ കൊല്ലാൻ എനിക്കും നിങ്ങൾക്കും അവകാശമില്ല എന്ന ബോധം സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കേണ്ട അനിവാര്യ ഘട്ടത്തിലാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഫാമിലി കോൺഫറൻസുമായി മുന്നോട്ട് വരുന്നത്. നമ്മുടെ സംസ്ഥാനത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായ ബഹുമാനപ്പെട്ട മന്ത്രി ആർ ബിന്ദു, അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചത് നവകേരള നിർമ്മിതിക്കായി ഈ സമൂഹത്തെ ഹെറ്ററോ നോർമേറ്റീവ് അവസ്ഥയിൽ നിന്ന് മാറ്റേണ്ടതുണ്ട്. ആ പദം കേട്ട് നമ്മളാരും ദഹനക്കേട് കാണിക്കേണ്ടതില്ല. എന്താണ് പറഞ്ഞത്? ആണും പെണ്ണും തമ്മിലുള്ള വിവാഹം എന്ന സമൂഹം കാത്തു സൂക്ഷിച്ചു പോരുന്ന അവസ്ഥയിൽ നിന്ന് മാറ്റം വരുത്തേണ്ടതുണ്ട്. അതിന് സർക്കാർ പ്രത്യേകമായി ശ്രദ്ധിക്കും. സർക്കാർ അതിനെക്കുറിച്ച് പഠിച്ചാൽ സർക്കാർ തന്നെ അതിൽ നിന്ന് പിന്നോട്ട് പോകും. കാരണം അരക്ഷിതാവസ്ഥയാണ് അതിൻ്റെ ഫലം എന്ന് അത് പരീക്ഷിച്ച യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് നമുക്ക് ധാരാളം പാഠങ്ങൾ ലഭ്യമായിട്ടുണ്ട്. തിരുവനന്തപുരം വഴുതക്കാട് വിമൻസ് കോളേജിൽ സംസ്ഥാനത്ത് ആദ്യമായി ക്യൂർ കളക്റ്റീവ് ക്ലബ് എന്ന പേരിൽ ഒരു ക്ലബ് ഉണ്ടാക്കി. ഇതേ അവസ്ഥയിലേക്ക് ലൈംഗിക രംഗത്തുള്ള അവസ്ഥകൾ മാറി ആണും പെണ്ണും തമ്മിലൊക്കെയാകാം, ഒരു നിയന്ത്രണവും ആ വിഷയത്തിൽ ആവശ്യമില്ല എന്ന സംസ്കാരത്തിന് വേണ്ടി ക്യാമ്പസുകൾ മുന്നോട്ട് വരുന്ന ഒരു ഘട്ടത്തിലാണുള്ളത്. ഇവിടെ ഇത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ മാത്രം പ്രശ്നമാണോ? ഇത് മുസ്ലിം സമൂഹത്തിന്റെ മാത്രം പ്രശ്നമാണോ? അല്ല, ഇത് മാനവ കുലത്തിന്റെ പ്രശ്നമാണ്. തൻ്റെ കുട്ടിയെ കോളേജിലേക്ക് വിടുമ്പോൾ ആ വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനി അന്ന് വൈകുന്നേരം മറ്റൊരുത്തൻ്റെ ഒപ്പം പോകുന്നു. പേര് പുരോഗമനം. അച്ഛാ, ഞാൻ ലിവിങ് ടുഗദറിലാണുള്ളത്, അച്ഛൻ അത് കേട്ടോളണം, വാപ്പ അത് കേട്ടോളണം, ഉമ്മ അത് കേട്ടോളണം.
മകന്റെ കൂടെ മകളുടെ കൂടെ ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി വീട്ടിലേക്ക് കടന്നു വരുന്നു, അത് പ്രശ്നമില്ല. അതിനെ എതിർക്കുന്ന മാതാവോ പിതാവോ ആണെങ്കിൽ അവർ കാലം തിരിയാത്തവരാണ് എന്ന അവസ്ഥയിലേക്ക് വരുന്നത് നമ്മൾ ഇന്ന് കാണാൻ സാധിക്കുന്നു. മുമ്പൊക്കെ ഒരധ്യാപകൻ ബസ്സിൽ കയറിയാൽ ആ അധ്യാപകന് സീറ്റ് കൊടുക്കാൻ വിദ്യാർത്ഥികൾ മത്സരിക്കുമെങ്കിൽ ഇന്ന് ഗർഭിണിയായ അധ്യാപിക കയറിയാൽ അവർ പഠിപ്പിക്കുന്ന കുട്ടി അനങ്ങുന്നില്ല. ഈ അടുത്തൊരു കുട്ടി പറഞ്ഞു, മുമ്പൊക്കെ നമ്മൾ ടീച്ചർ അധ്യാപകനാണെങ്കിൽ എന്താ ശ്രീമതി വരാത്തത്, ടീച്ചർ ശ്രീമതി എന്താ വരാത്തത്, എന്താ രാജന്റെ പിരീഡാണല്ലോ. അധ്യാപകരുടെ പേര് വിളിക്കുന്ന അവസ്ഥയിലേക്ക് ഇന്ന് സമൂഹം അടുത്ത തലമുറ എത്തുന്നുവെങ്കിൽ ഇത് അഡ്രസ് ചെയ്യേണ്ടത് ഈ സമൂഹത്തിന്റെ മൊത്തം ബാധ്യതയാണ്. അതുകൊണ്ട് അടുത്ത തലമുറയുടെ ആരോഗ്യകരമായ സൃഷ്ടിപ്പ്, അതുകൊണ്ടാണ് വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ, എന്റെ ശബ്ദം ശ്രവിക്കുന്നവരെ, വിശുദ്ധ ഖുർആൻ സ്വയം പറയുന്നു ഹുദൻ ലിന്നാസ്, മാനവർക്കുള്ള മാർഗദർശനം എങ്കിൽ എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ വിശുദ്ധ ഖുർആൻ വായിച്ചിട്ടില്ലെങ്കിൽ, വിശുദ്ധ ഖുർആൻ പഠിച്ചിട്ടില്ലെങ്കിൽ, ഇത് നിങ്ങളുടെ കൂടി വേദഗ്രന്ഥമാണ്. പഠിക്കാൻ, എതിർക്കാൻ, വിമർശിക്കാനെങ്കിലും വിശുദ്ധ ഖുർആൻ ഒന്ന് വായിക്കണം. വായനയുടെ ലോകത്താണ് നമ്മൾ ഉള്ളത്. ലൈബ്രറികളിൽ എത്രയെത്ര പുസ്തകങ്ങളുണ്ട്, ഓരോ ദിവസവും എത്രയെത്ര പത്രങ്ങൾ നമ്മൾ വായിച്ചു പോകുന്നു. അക്കൂട്ടത്തിൽ തങ്ങളുടെ സഹോദരങ്ങളുടെ കയ്യിലുള്ള ഈ വിശുദ്ധ ഖുർആൻ ഒന്ന് പഠിക്കണം. അത് സൗജന്യമായി വേണമോ? വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ താമരശ്ശേരിയിലുള്ള പരിസര പ്രദേശത്തുള്ള ഏത് പ്രവർത്തകരെ ബന്ധപ്പെട്ടാലും നിങ്ങൾക്ക് വിശുദ്ധ ഖുർആനിന്റെ പരിഭാഷ കിട്ടും. കാരണം നിങ്ങളെപ്പറ്റി കൂടി പറയുന്ന വേദഗ്രന്ഥമാണത്. വിശുദ്ധ ഖുർആനിലെ 76-ാം അധ്യായം ഇന്ന് രാവിലെ വെള്ളിയാഴ്ച രാവിലെകളിൽ മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹ് ജമാഅത്തിൽ പാരായണം ചെയ്യാറുണ്ടായിരുന്ന അധ്യായം സൂറത്തുൽ ഇൻസാൻ, മനുഷ്യൻ എന്ന അധ്യായം. മനുഷ്യൻ എന്ന അധ്യായം മുസ്ലിങ്ങൾ മാത്രം വായിച്ചാൽ മതിയോ? പോരാ. ഹല്ലത്താലൽ ഇൻസാനി ഹീനും മിനദ്ദഹരി ലം യകുൻ ശൈഅം മദ്കൂറാ. മനുഷ്യന്റെ മേൽ അവൻ അവൾ പറയത്തക്ക ഒരു വസ്തുവല്ലാത്ത ഒരു ഘട്ടം, പ്രസ്താവയോഗ്യമല്ലാത്തൊരു ഘട്ടം മനുഷ്യന്റെ മേൽ കഴിഞ്ഞു പോയിട്ടില്ലയോ? ഇത് മുസ്ലിം മാത്രം വായിക്കേണ്ടതാണോ? അല്ല. ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറാ. മിശ്രമായ സംഘടിതമായ ബീജത്തിൽ നിന്നും കാഴ്ച ശക്തിയും കേൾവി ശക്തിയും നൽകിക്കൊണ്ട് നാമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. നാം അവനെ അവളെ പരീക്ഷിക്കുവാൻ വേണ്ടി. ഇത് മുസ്ലിം മാത്രം വായിക്കേണ്ടതാണോ? എന്റെ ജീവിതം പരീക്ഷണമാണെന്ന് പറയാത്ത, ഇതെന്തൊരു പരീക്ഷണമാണ് പടച്ചവനെ എന്ന് പറയാത്ത ആരാണ് മനുഷ്യരിലുള്ളത്? അതുകൊണ്ട് ഇതാ നിങ്ങൾക്ക് ഓരോരുത്തർക്കുമുള്ള നമ്മുടെ വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആൻ മുമ്പൊക്കെ പറയുമായിരുന്നു ഖുർആൻ തൊട്ടാൽ കണ്ണുപൊട്ടിപ്പോകും. എന്നാൽ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് അകക്കണ്ണ് തുറപ്പിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. അന്ധവിശ്വാസങ്ങളെ മാറ്റി നിർത്തി വിശുദ്ധ ഖുർആൻ അത് വൃത്തിയില്ലാത്ത സ്ഥലത്ത് വെക്കരുത്. ആദരവും ബഹുമാനവും വേണം. എന്നാൽ വിശുദ്ധ ഖുർആൻ മുഴുവൻ ജനങ്ങൾക്കുമുള്ളതാണ്. ആ വിശുദ്ധ ഖുർആൻ പറയുന്നു വലൈസ ദക്കറു കൽ ഉൻസാ, ആണ് പെണ്ണിനെ പോലെയല്ല. ഇന്ന് ഈ പറയുന്ന എല്ലാ കൃത്രിമ പുരോഗമനങ്ങൾക്കുമുള്ള മറുപടി, ഒരു വെല്ലുവിളിയോളം വിശുദ്ധ ഖുർആൻ പറയുന്നു വലൈസ ദക്കറു കൽ ഉൻസാ, ആണ് പെണ്ണിനെ പോലെയല്ല. ആർക്കും സംവദിക്കാം. ഓരോന്നെടുത്തോളൂ. സ്ത്രീയുടെ എല്ലിന്റെ വളർച്ച, ആണിന്റെ എല്ലിന്റെ വളർച്ച, സ്ത്രീയുടെ മാനസികാവസ്ഥ, പുരുഷന്റെ മാനസികാവസ്ഥ, സ്ത്രീയുടെ ഹോർമോൺ വളർച്ച, പുരുഷന്റെ ഹോർമോൺ വളർച്ച, തലച്ചോറ് ഓരോന്നും എടുത്തോളൂ. സയൻസ് മാത്രം മുമ്പിൽ വെച്ച് ആർക്കും തെളിയിക്കാൻ പറ്റും വലൈസ ദക്കറു കൽ ഉൻസാ, ആണ് പെണ്ണിനെ പോലെയല്ല. നമ്മുടെ ലാസ്റ്റ് ബസ് പോകുന്ന സമയമാണിത്. താമരശ്ശേരിയിൽ നിന്നും ഉൾപ്രദേശങ്ങളിലേക്ക് ലാസ്റ്റ് ബസ് പോകുന്ന ഈ സമയത്ത് ബസ്സുകളിൽ സ്ത്രീകളുടെ സീറ്റിൽ എന്തേ സ്ത്രീകളില്ലാത്തത്? എന്തേ പുരുഷന്മാർ കൂടുതലായത്? ഇവിടെ മുസ്ലിങ്ങൾ മാത്രമല്ലല്ലോ. എന്തുകൊണ്ടുണ്ടായി? അതേ, ആണും പെണ്ണും സമമല്ല എന്ന് എല്ലാ നമ്മുടെ ചുറ്റുഭാഗത്തുള്ള സാഹചര്യങ്ങൾ പോലും നമ്മോട് വ്യക്തമായി പറയുന്നു. അതുകൊണ്ട് തന്നെ പെണ്ണിനെ ഇസ്ലാം ആദരിച്ചു. പെണ്ണിനെ ഇസ്ലാം, സ്ത്രീയെ ഇസ്ലാം ആദരിച്ചു. നിങ്ങൾക്കറിയുമോ,
ഒരു ദിവസത്തിലധികമുള്ള ഒരു യാത്ര ഡൽഹിയിലേക്ക് ഒരു സ്ത്രീ പോകണമെങ്കിൽ എസ്കോർട്ട് നിശ്ചയിച്ചു ഇസ്ലാം. മന്ത്രിമാർ വരുമ്പോൾ മുമ്പിലും പിമ്പിലും എസ്കോർട്ട് ഉണ്ടാകും. ആ പോലീസ് ഏത് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണോ ആ പോലീസ് എസ്കോർട്ട് കൊടുക്കണം. അതേപോലെ ഇസ്ലാമിൽ ഒരു സ്ത്രീ ഒരു നിശ്ചിത പരിധിക്കപ്പുറം യാത്ര ചെയ്യുകയാണെങ്കിൽ ഒന്നുകിൽ ഉപ്പ അല്ലെങ്കിൽ ഭർത്താവ്, മകൻ, അങ്ങനെ ഏതെങ്കിലും ഒരു പുരുഷൻ, വിവാഹബന്ധം പാടില്ലാത്ത ഒരു പുരുഷൻ ആ സ്ത്രീക്ക് എസ്കോർട്ട് പോയിരിക്കണം. അതാണ് ഇസ്ലാം. സ്ത്രീയുടെ സുരക്ഷിതത്വം പുരുഷനെ ഏൽപ്പിച്ചു. പുരുഷന്മാർക്ക് സ്ത്രീകളുടെ മേൽ നിയന്ത്രണാധികാരമുണ്ട്. സ്ത്രീകളുടെ മേൽ നിയന്ത്രണാധികാരമുണ്ടെന്നോ? അതെ, വിശുദ്ധ ഖുർആൻ പറയുന്നു ഒരു കുടുംബത്തിന്റെ നേതൃത്വം ഇസ്ലാം പുരുഷനെ ഏൽപ്പിച്ചു. അതിനുശേഷം എന്താ പറയുന്നത്? പടച്ചവൻ ചിലർക്ക് ചിലരെക്കാൾ ഫദ്ല് നൽകുന്നു. വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം, പുരുഷന്മാർ അവരുടെ സമ്പത്തിൽ നിന്നും ചെലവഴിക്കുന്നു. സ്ത്രീ ആദരിച്ചത് ഒന്നുകൂടി കേട്ടോളൂ. ഒരു സ്ത്രീക്ക് ഇസ്ലാം യാതൊരു സാമ്പത്തിക ബാധ്യതയും ഏൽപ്പിച്ചില്ല. ഒരു ഭാര്യക്കും ഭർത്താവിനും ജോലിയുണ്ടെന്ന് കരുതുക. ഭാര്യക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് അവൾക്ക് പനി വന്നാൽ അവളുടെ പണം ഉപയോഗിച്ച് ഡോക്ടറെ കാണേണ്ടതില്ല. അവൾ പറയാണ് എനിക്ക് കുറച്ച് സ്ഥലമൊക്കെ എടുക്കണം, എനിക്കൊരു ഹജ്ജിന് പോകണം, അതുകൊണ്ട് ഞാൻ ഈ പണം എടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചാൽ അവൾ എല്ലാ അർത്ഥത്തിലും അവളുടെ മുഴുവൻ സാമ്പത്തിക ബാധ്യതയും പുരുഷനാണ്. എന്നിട്ടാണ് ഇസ്ലാം സ്ത്രീക്ക് പകുതി സ്വത്ത് കൊടുത്തത്. ചിലർ പറയും ഇസ്ലാം കാലത്തിനനുസരിച്ച് മാറ്റണം, കാലമൊക്കെ കുറെ മുന്നോട്ട് പോയില്ലേ, ഇപ്പൊ പുരുഷന്മാർക്ക് ഇരട്ടിയും സ്ത്രീകൾക്ക് പകുതിയും. ശരിയല്ല, ശരിയാണ്, 100 വട്ടം ശരിയാണ്. മുഴുവൻ സാമ്പത്തിക ബാധ്യതയും പുരുഷനെ ഏൽപ്പിച്ചതിന് ശേഷം പോക്കറ്റ് പണി കൊടുത്തു ഇസ്ലാം, പകുതി സ്വത്ത്. അതുകൊണ്ട് ആണ് പെണ്ണിനെ പോലെയല്ല എന്ന വിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനം. അങ്ങനെ പ്രകൃതി മതമായ ഇസ്ലാം പ്രകൃത്യാ പഠിപ്പിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് സമൂഹം പിന്നോട്ട് പോയപ്പോൾ എന്ത് സംഭവിച്ചു? നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്ത് സ്വവർഗ വിവാഹങ്ങൾ നടന്നു. പെണ്ണും പെണ്ണും തമ്മിലുള്ള വിവാഹം നടന്നു. കണ്ണീര് കുടിച്ച മാതാപിതാക്കളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് കോടതിയിൽ പോയി അവർ ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ആ സ്വവർഗരതി ഇന്നും എയ്ഡ്സിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഒരർത്ഥത്തിൽ വ്യഭിചാരത്തെക്കാൾ കൂടുതൽ സ്വവർഗരതിയാണ്. ആണും പെണ്ണും പെണ്ണും തമ്മിലുള്ള ലൈംഗിക ബന്ധം. എന്നാൽ അമേരിക്കൻ സയൻസ് കോൺഗ്രസിൽ നിന്ന് ഇത് മാറ്റാൻ വേണ്ടി ശാസ്ത്രീയമായി സാധ്യമല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ വോട്ടെടുപ്പിലൂടെ തീരുമാനിച്ചു സ്വവർഗരതി എന്നത് മെന്റൽ ഡിസോർഡർ അല്ല, ശാസ്ത്രീയമായി മെന്റൽ ഡിസോർഡർ തന്നെ. എന്നാൽ ഒരു സംഘടന രൂപീകരിച്ച് യോഗം നടത്താൻ സാധിക്കാതെ ബഹളങ്ങൾ ഉണ്ടാക്കി തങ്ങളുടെ ആളുകളെ കോൺഗ്രസിലേക്ക് ചേർത്ത് മെമ്പർഷിപ്പ് വർദ്ധിപ്പിച്ച് വോട്ടെടുപ്പിലൂടെ തീരുമാനിച്ചു അത് മെന്റൽ ഡിസോർഡർ അല്ല, അതാണ് ജെൻഡർ പൊളിറ്റിക്സ്. ഒരു പൊളിറ്റിക്സ് വരികയാണ് ഈ രംഗത്ത്. ഈ തരത്തിൽ വളരെ ബോധപൂർവം സമൂഹത്തെ നശിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ നേരത്തെ ഉദ്ഘാടകൻ പറഞ്ഞതുപോലെ അത്തരം ശ്രമങ്ങളെ തിരിച്ചറിഞ്ഞ് യൂറോപ്യൻ സമൂഹം തിരിച്ചു വരുമ്പോൾ ആ സമൂഹം അവരുടെ ചവറ്റുകൊട്ടയിലേക്ക് ഇട്ടത് അവിടെ പോയി എടുക്കാൻ കേരള സർക്കാർ ശ്രമിച്ചാലും പാഠപുസ്തകത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചാലും ഭരണ പ്രതിപക്ഷമന്യേ സ്വന്തം കുടുംബത്തോടടുത്ത തലമുറയോട് സ്നേഹമുള്ള എല്ലാവരും ആശയപരമായി അതിനെ ചെറുത്തു തോൽപ്പിക്കണം എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ വിവാഹ ജീവിതം, കുടുംബ ജീവിതം, ലിതസ്കുനൂ ഇലൈഹാ, നിങ്ങൾ അവരിലേക്ക് ശാന്തി അടയാൻ, സമാധാനമടയാൻ, ലൈംഗികത മാത്രമല്ല, പ്രായമായാൽ അതിനപ്പുറത്ത് ഒരു ഇണ എന്നത് എല്ലാ ഭാരങ്ങളും ഇറക്കി വെക്കാൻ, എല്ലാം ഒന്ന് തുറന്നു പറയാൻ, ഭാര്യയ്ക്ക് ഭർത്താവും ഭർത്താവിന് ഭാര്യയും എന്നത് പ്രകൃതിപരമായ കാര്യമാണ്. അതാണ് സൂറത്തുർ റൂമിലൂടെ വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്നത്. അവിടെ മുസ്ലിം സമൂഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യവും കൂടി ബന്ധിപ്പിക്കേണ്ടതുണ്ട്. വിവാഹം എന്നത് പവിത്രമാണ്, ഏറെ പവിത്രമാണ്. ഒരു വലിയ സമൂഹ സൃഷ്ടിയുടെ തുടക്കമാണ് കുടുംബജീവിതം. ആ കുടുംബജീവിതത്തിന്റെ തുടക്കമാണ് വിവാഹം.
അത് പ്രാർത്ഥനാ നിർഭരമായി നടക്കേണ്ടതാണ്. എന്നാൽ അങ്ങേയറ്റത്തെ സന്തോഷവും ആഹ്ലാദവും ഉണ്ടാകേണ്ട കാര്യമാണ്. എന്നാൽ ഇന്ന് വിവാഹം ആഭാസകരമാക്കി മാറ്റുന്നു. വിവാഹരംഗത്ത് നടക്കേണ്ട പ്രാർത്ഥനകൾ പോലും നിർവഹിക്കാൻ പറ്റാത്ത രൂപത്തിൽ വരൻ വീട്ടിലേക്ക് വരുമ്പോൾ, അതുപോലെ തന്നെ വിവാഹ രംഗങ്ങൾ എല്ലാ അർത്ഥത്തിലും ആഭാസമായി മാറിപ്പോകുന്നുവെങ്കിൽ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു, അവരുടെ ഭാരങ്ങളും അവരുടെ മേലുണ്ടായിരുന്ന വിലങ്ങുകളും അവിടുന്ന് ഇറക്കി വെക്കുകയും ചെയ്തു. മഹാനായ മുഹമ്മദ് മുസ്തഫ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യം അവിടുന്ന് വരുമ്പോൾ സമൂഹത്തിന്റെ മേലുണ്ടായിരുന്ന ഭാരങ്ങളെ ഇറക്കി വെക്കുക, അവരുടെ മേലുണ്ടായിരുന്ന വിലങ്ങുകളെ അവിടുന്ന് ഇറക്കി വെക്കുകയും ചെയ്തു. അതുകൊണ്ട് ലളിതമായി എളുപ്പമായി നടക്കേണ്ട വിവാഹത്തെ വളരെ പ്രയാസകരമായ ഒരു അവസ്ഥയിലേക്ക് വിവാഹത്തെ ഒരിക്കലും കൊണ്ടുപോകാൻ പാടില്ല. നേരത്തെ പറഞ്ഞതുപോലെ പുരുഷത്വത്തെ ചോദ്യം ചെയ്യുന്ന സ്ത്രീധനം, അത് പറഞ്ഞിട്ടാണെങ്കിലും പറയാതെയാണെങ്കിലും സ്ത്രീയുടെ ഊരയിൽ ജീവിക്കേണ്ട ഗതികേട്, സ്ത്രീയിൽ നിന്ന് വാങ്ങിയ പണം കൊണ്ടുള്ള ബൈക്കിൽ, ആ പണം കൊണ്ടുള്ള കാറിൽ ജീവിക്കേണ്ട ഗതികേട് പുരുഷത്വത്തെ ബാധിക്കുന്ന പ്രശ്നമാണ്. നമ്മുടെ രാജ്യത്ത് സ്ത്രീധനം നിയമവിരുദ്ധമാണ്. രാജ്യത്ത് സ്ത്രീധനം നിയമവിധേയമാണെങ്കിലും നിയമവിരുദ്ധമാണെങ്കിലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പരലോകത്തെ ബാധിക്കുന്ന പ്രശ്നമാണത്. വിവാഹത്തിൽ പുരുഷനാണ് സമ്പത്ത് ചെലവഴിക്കേണ്ടത്. അവന്റെ വസ്ത്രം, അവളുടെ വസ്ത്രം, ഒപ്പം താമസ സൗകര്യം, അതിൻ്റെ ഒപ്പം മഹറും. ഇപ്പോൾ വിവാഹം നടക്കുമ്പോൾ ഒരു സ്വകാര്യം ചോദിക്കേണ്ടത് പെൺകുട്ടിയുടെ ഉപ്പയോടല്ല, മറിച്ച് ആൺകുട്ടിയോടാണ്. വല്ലതും വായ്പ വേണമോ, വല്ല പണവും വായ്പ വേണോ, അവന് ചെലവുകൾ ധാരാളമുണ്ട്. ഈ അവസ്ഥയിലേക്ക് തിരിച്ചു വരേണ്ടതുണ്ട്. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടൊപ്പം വിവാഹ രംഗത്ത് കൃത്രിമ സൗന്ദര്യം വന്നിരിക്കുന്നു. ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയെ വിവാഹത്തിന് വേണ്ടി കാണുമ്പോ അവൾ മേക്കപ്പ് ഇട്ടാൽ അവന്റെ അഭിപ്രായം എന്തായിരിക്കും? എനിക്ക് അവളെ വേണ്ടാന്ന് പറയും. ഞാൻ അവളെ കാണാൻ വേണ്ടി, പെണ്ണ് കാണാൻ വേണ്ടി പോയ സന്ദർഭത്തിൽ അവൾ പെയിന്റ് അടിച്ചിട്ട് കൃത്രിമ സൗന്ദര്യത്തിലാ, ഉമ്മ അമ്മേ എനിക്കവളെ വേണ്ട എന്ന് പറയും. മറിച്ച് ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും ആദ്യമായി പരസ്പരം കാണുമ്പോൾ, സംസാരിക്കുമ്പോൾ ആഗ്രഹിക്കുന്നത് പ്രകൃതിയായുള്ള സൗന്ദര്യമാണ്. എന്നിട്ട് അവൻ ഇഷ്ടപ്പെട്ടു, അവളും ഇഷ്ടപ്പെട്ടു. അങ്ങനെയല്ലേ വിവാഹം വരുന്നത്? എങ്കിൽ സഹോദരങ്ങളെ, പിന്നെ എന്തിനാണ് നമ്മുടെ പെങ്ങൾക്ക് മേക്കപ്പ് ഇടുന്നത്? അവൻ കണ്ടു, അവളെ ഇഷ്ടപ്പെട്ടു, ശരിയല്ലേ? അവർ തമ്മിലല്ലേ ഇഷ്ടപ്പെടേണ്ടത്? പിന്നെ ആരെ കാണിക്കാനാണ് ഈ മേക്കപ്പ്? ശരി, അതൊരു മുസ്ലിം പെൺകുട്ടിയാണെങ്കിൽ ആ പെൺകുട്ടിക്ക് ളുഹർ നിസ്കരിക്കണ്ടേ? അവൾക്ക് അസർ നിസ്കരിക്കണ്ടേ? നിസ്കരിക്കാൻ പറ്റുമോ ഈ മേക്കപ്പോടുകൂടി? അത് മുഴുവൻ കഴുകിയാൽ പിന്നെ മേക്കപ്പ് ഇല്ല. അഥവാ മുസ്ലിം സമൂഹം അറിഞ്ഞോ അറിയാതെയോ തീരുമാനിക്കുന്നു, നിസ്കാരമൊക്കെ അവിടെ നിൽക്കട്ടെ. ഇത് റബ്ബിന്റെ ശിക്ഷ വരാൻ, റബ്ബിന്റെ കോപം വരാൻ കാരണമാകുന്ന കാര്യമാണ്. അതുകൊണ്ട് മേക്കപ്പ് എന്ന പദം ഉപേക്ഷിക്കുക. കൃത്രിമ സൗന്ദര്യം. ചില വീടുകളിൽ കുട്ടിയുടെ ഉമ്മയെ കണ്ടിട്ട് മനസ്സിലാവുന്നില്ല, ആകെ മേക്കപ്പ് ഇട്ട് ചെറുപ്പക്കാരിയായി മാറിയിരിക്കുന്നു. ഈ അവസ്ഥ പോലും പല വീടുകളിലും നമുക്ക് കാണാം. അതുകൊണ്ട് കൃത്രിമത്വങ്ങളെ ഒഴിവാക്കുക. ആകെ ഈ വിഷയത്തിൽ ഈ സംഘടനയോട് വിഷമുണ്ടാവുക അത്തരത്തിൽ കൃത്രിമ സൗന്ദര്യം ചെയ്തു കൊടുക്കുന്ന കടക്കാർക്കും ആ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നവർക്കും മാത്രമായിരിക്കും. അവർ ക്ഷമിക്കുക എന്ന് മാത്രം പറയുകയാണ്. നോക്കൂ, കാലങ്ങളോളം ഒരു നല്ല ആൺകുട്ടിയെ കിട്ടാൻ, ഒരു നല്ല പെൺകുട്ടിയെ കിട്ടാൻ ദുആ ചെയ്തു. ആ ദുആക്ക് റബ്ബ് ഉത്തരം നൽകുന്ന ദിവസമാണ് കല്യാണ ദിവസം. ആ ദിവസം നമസ്കരിക്കാത്ത അവസ്ഥ, ആ ദിവസം റബ്ബ് ഇഷ്ടപ്പെടാത്ത വസ്ത്രം ഏറ്റവും വലിയ നന്ദികേടായിരിക്കുമല്ലോ. അതുകൊണ്ട് മാറ്റണം നമ്മൾ. ആണിന്റെ വീട്ടുകാരും പെണ്ണിന്റെ വീട്ടുകാരും തമ്മിൽ എന്തെല്ലാം കാര്യങ്ങൾ മുമ്പ് ചർച്ച ചെയ്യും. നിങ്ങൾ ഇത്ര പേര് അങ്ങോട്ട് വരും, അവർ ഇത്ര പേര് ഇങ്ങോട്ട് വരും, സ്ത്രീകൾ ഇങ്ങനെ വരും. അപ്പൊ ഇവര് പറയും എത്ര പേര് വന്നാലും പ്രശ്നമല്ല, നിങ്ങള് ആ എണ്ണം കൊണ്ട് പറഞ്ഞാൽ മതി. ആ കൂട്ടത്തിൽ പടച്ചോൻ ഇഷ്ടപ്പെടാത്തത് വല്ലതും നിങ്ങളുടെ ഭാഗത്തുനിന്ന് വരുന്ന ആ കൂട്ടുകാർ കാണിക്കാൻ സാധ്യതയുണ്ടോ? സ്ത്രീകളുടെ ഭാഗത്ത് അങ്ങനെ വല്ല അബദ്ധവും വരാൻ സാധ്യതയുണ്ടോ എന്ന ചർച്ച ഇരുവിഭാഗവും കൂടിയിരുന്ന് നടത്തണം. രണ്ട് വീടുകളിലും
നമസ്കാരം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ ഉണ്ടാകരുത്. വിശാലമായ റൂമിന്റെ പുറത്ത് നമസ്കാര സ്ഥലം എന്ന് എഴുതി വെക്കണം. നമ്മുടെ വീട്ടിൽ വിവാഹം നടന്നു എന്നതിന്റെ പേരിൽ ഒരാളുടെയും നമസ്കാരം നഷ്ടപ്പെട്ടു പോയി കൂടാ. അന്ന് വരെ ഇസ്ലാമിക വസ്ത്രധാരണത്തോടുകൂടിയുള്ള നമ്മുടെ മകൾ, നമ്മുടെ പെങ്ങൾ, നമ്മുടെ ഭാര്യ ആ ദിവസം വിവാഹം പ്രമാണിച്ച് അവളുടെ മഫ്ത ഊരാൻ പാടില്ല. അവൾ ഇബ്ലീസിന് ഇഷ്ടമുള്ള ഡ്രസ്സിലേക്ക് മാറരുത്. അവൾ പറയണം, എനിക്ക് സന്തോഷത്തിന്റെ ദിവസമായ ഇന്ന് പടച്ചവൻ നിശ്ചയിച്ച യൂണിഫോം, പടച്ചവൻ നിശ്ചയിച്ച വസ്ത്രം, അതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് വിവാഹത്തിന് മുമ്പ് തന്നെ പറയുന്ന മകളാകണം, ഭാര്യയാകണം, പെങ്ങളാകണം. അപ്പോൾ വിവാഹ ദിവസം പോയിട്ട് ചൂടായിട്ട് കാര്യമില്ല. വിവാഹത്തിന് മുമ്പേ ഏതെല്ലാം വഴികളിലൂടെ അബദ്ധങ്ങൾ വരാം എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മൾ അത്തരം കാര്യങ്ങളെ നിയന്ത്രിക്കണം. ഇത്തരം കാര്യങ്ങൾ പഠിപ്പിക്കാനാണ് ഫാമിലി കോൺഫറൻസ്. ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളുവെങ്കിൽ നമ്മുടെ കുടുംബം മുഴുവനും കോഴിക്കോട്ടേക്ക് ഒഴുകിയെത്തണം. എന്തിന്? വിശദാംശങ്ങൾ നമ്മുടെ കുടുംബത്തെ നമുക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്താണ്? മനുഷ്യന്റെ മനസ്സ് നന്നാകലാണ്. മനസ്സ് നന്നായാൽ ഖദ് അഫ്ലഹ മൻ തസക്ക, അതെ, തീർച്ചയായും വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു ആത്മസംസ്കരണം നേടിയവൻ. മനസ്സ് നന്നാകണമെങ്കിൽ ഒരൊറ്റ മാർഗമേയുള്ളൂ. ആ മനസ്സിനെ സൃഷ്ടിച്ച ലോകത്തിന്റെ സൃഷ്ടാവ് മനസ്സ് നന്നാകാൻ പറഞ്ഞ മാർഗം എന്താണോ ആ മാർഗത്തിലേക്ക് നാം പ്രവേശിക്കുക. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അലാ അറിയുക, ബിദിക്രില്ലാഹ്, അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണ കൊണ്ട് തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയങ്ങൾക്ക് ശാന്തി ലഭിക്കുന്നു. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഇതര മതസ്ഥരോട് പറയട്ടെ, ഈ കഴിഞ്ഞ ദിവസം ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട വിവാദമുണ്ടായപ്പോ ഒരു സുഹൃത്ത്, ഒരു അന്യമതത്തിൽപ്പെട്ട ഒരു സുഹൃത്ത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ എഴുതി, മുസ്ലിങ്ങളുടെ ദൈവമായ അല്ലാഹു വിവരക്കേടിന്റെ അങ്ങേയറ്റം. ഒന്നും വേണ്ട, ഇന്ന് വെള്ളിയാഴ്ചയാണ്, വരാനിരിക്കുന്ന ഞായറാഴ്ച, ആ ഞായറാഴ്ച ഗൾഫ് രാഷ്ട്രങ്ങളിലെ ക്രൈസ്തവ സഹോദരങ്ങൾ, കുവൈത്തിലും ഖത്തറിലും സൗദി അറേബ്യയിലും ഒമാനിലുമൊക്കെ ക്രൈസ്തവ സഹോദരങ്ങളുണ്ട്. അവർക്ക് ചർച്ചുകളുണ്ട്. ആ ചർച്ചുകളിലെ കുർബാന ലൈവായി നമുക്ക് കാണാം, യൂട്യൂബിൽ കാണാം. നമ്മൾ കേട്ടാൽ വിചാരിക്കും ഇതെന്താ വല്ല ഖുർആനുമാണോ എന്ന്. അല്ലാഹു അല്ലാഹു എന്ന പദം ആവർത്തിച്ച് നിങ്ങൾക്ക് കേൾക്കാം. കാരണം അറബി ബൈബിളിൽ ഈ ലോകത്തിന്റെ സൃഷ്ടാവിന് കൊടുത്തിരിക്കുന്ന പരിഭാഷ അല്ലാഹു എന്നാണ്. അല്ലാഹു എന്നാണ്. അല്ലാഹു എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ആരാധ്യൻ, എല്ലാവർക്കും പരിചയമുള്ള, എല്ലാവരെയും പരിചയമുള്ള ഈ ലോകത്തിന്റെ സൃഷ്ടാവിന്, പടച്ചവന് അറബിയിൽ പറയുന്ന പേരാണ് അല്ലാഹു എന്നത്. ഇനി ഹൈന്ദവ സഹോദരങ്ങളുടെ പുസ്തകങ്ങളും ലഘുലേഖകളും എണ്ണത്തിൽ കുറവാണെങ്കിലും അറബി ഭാഷയിലുണ്ട്. എടുത്തു നോക്കൂ, അവിടെ പരബ്രഹ്മത്തിന്, ഈശ്വരന്, പടച്ചവന് കൊടുത്തിരിക്കുന്ന പരിഭാഷ അല്ലാഹു എന്നാണ്. ഇനി അർത്ഥം വായിച്ചു നോക്കൂ. അലാ ബിദിക്രില്ലാഹി, അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണ കൊണ്ട്, പടച്ചവനെ കുറിച്ചുള്ള സ്മരണ കൊണ്ട് തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയങ്ങൾക്ക് ശാന്തി കിട്ടും. അപ്പോൾ സൃഷ്ടിച്ച സൃഷ്ടാവാണ് നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് നമുക്ക് പഠിപ്പിച്ചു തരേണ്ടത്. ഒരു ഉപകരണം നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നു. ആ ഉപകരണത്തിനോടൊപ്പം ഒരു കാറ്റലോഗ് ഉണ്ടാകും. ചിലപ്പോൾ കമ്പനി ഒരാളെ നമ്മുടെ വീട്ടിലേക്ക് അയച്ചു തരും. എന്തിനാണ്? ആ ഉപകരണം, ആ ഇലക്ട്രോണിക് ഉപകരണം എങ്ങനെ പ്രവർത്തിപ്പിക്കണമെന്ന് നമുക്ക് പഠിപ്പിച്ചു തരാൻ. അല്ലെങ്കിൽ ഒരു പക്ഷേ 1-2 ദിവസം കൊണ്ട് അവിടെയും ഇവിടെയും പോയി സ്വിച്ചിട്ടാൽ അത് കേടുവന്നു പോകും. കേവലം ഒരു ഇലക്ട്രോണിക് ഉപകരണത്തിന്റെ കാര്യം ഇങ്ങനെയാകണമെങ്കിൽ മനുഷ്യൻ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് ആര് പറയണം? മനുഷ്യൻ ക്രമത്തോടുകൂടി മുന്നോട്ട് പോയില്ലെങ്കിൽ ഇവിടെ അക്രമമുണ്ടാകും. ക്രമവും അക്രമവും, ശരിയും തെറ്റും ആര് തീരുമാനിക്കും? തീരുമാനിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചില രാഷ്ട്രങ്ങളിൽ സ്വവർഗരതി തെറ്റാണ്, ജയിലിൽ കിടക്കേണ്ടി വരും. നമ്മുടെ രാജ്യത്തും അങ്ങനെയായിരുന്നു. പിന്നെ നമുക്ക് തോന്നി അത് ശരിയാണ്, ഇപ്പൊ നമ്മൾ ശരിയാക്കി. എങ്കിൽ യഥാർത്ഥത്തിൽ ഒരു കാര്യം നല്ലതോ തിന്മയോ, ശരിയോ തെറ്റോ, ക്രമമോ അക്രമമോ ആര് പറയണം? അത് പറയാൻ
എന്നിൽ നിന്നുള്ള ലോകത്തിന്റെ സൃഷ്ടാവിങ്കിൽ നിന്നുള്ള സന്ദേശം നിങ്ങൾക്ക് വന്നുപെട്ടാൽ ഫമൻ തബിയ ഹുദായ, ആ നേർമാർഗത്തെ സന്മാർഗത്തെ ആരെങ്കിലും പിൻപറ്റിയാൽ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർ ഭയപ്പെടേണ്ടതില്ല, അവർ വ്യസനിക്കേണ്ടതില്ല. അതുകൊണ്ട് ഇസ്ലാം പറയുന്നു, മനുഷ്യൻ പരിമിതിയുള്ളവനാണ്. മനുഷ്യന്റെ ജീവിതത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് മനുഷ്യൻ തന്നെ പറഞ്ഞാൽ അത് തെറ്റിപ്പോകും. കാരണം മനുഷ്യൻ പരിമിതിയുള്ളവനാണ്. വലിയൊരു ശാസ്ത്രജ്ഞൻ, ലോകത്തറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ 2 പൂച്ചകളെ ഉപയോഗിച്ചുകൊണ്ട് ഒരു പരീക്ഷണം നടത്തുന്നു. അദ്ദേഹം ഒരു വലിയ കൂടുണ്ടാക്കി. ആ കൂടിന് ഒരു വലിയ ദ്വാരം, മറ്റൊന്നൊരു ചെറിയ ദ്വാരം. അദ്ദേഹം പറഞ്ഞു, വലിയ ദ്വാരം വലിയ പൂച്ചക്ക് പ്രവേശിക്കാൻ, ചെറിയ ദ്വാരം ചെറിയ പൂച്ചക്ക് പ്രവേശിക്കാൻ. LP സ്കൂൾ പ്രായത്തിൽ പഠിക്കുന്ന കുട്ടി ചോദിച്ചു, അല്ല സർ, ഈ വലിയ ദ്വാരത്തിലൂടെ തന്നെ വലിയ പൂച്ചക്കും ചെറിയ പൂച്ചക്കും പ്രവേശിച്ചുകൂടെ? അദ്ദേഹം പറഞ്ഞു, ഞാൻ ആരും ചിന്തിച്ചിട്ടില്ല. ലോകത്തറിയപ്പെടുന്ന ഒരു ശാസ്ത്രത്തിനെ പറ്റിയ അബദ്ധമാണിത്. അതാണ് മനുഷ്യന്റെ സ്ഥിതി. അതുകൊണ്ടാണ് കമ്മ്യൂണിസം. നമ്മുടെ നാട്ടിലുള്ള കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെ കുറിച്ചല്ല, അതൊരു സാധാരണ രാഷ്ട്രീയ പാർട്ടി. എന്നാൽ കമ്മ്യൂണിസം എന്ന ആദർശം, മാർക്സിസം എന്ന ആദർശം എന്തുകൊണ്ട് തകർന്നടിഞ്ഞു പോയി? അത് മാർക്സിന്റെ കുഴപ്പമല്ല, ഏംഗൽസിന്റെ കുഴപ്പമല്ല. മാർക്സും ഏംഗൽസും മനുഷ്യരാണ് എന്നതാണ് കാരണം. മനുഷ്യരാണ്, മനുഷ്യർക്ക് പരിമിതി ഉണ്ടാകും. മുതലാളിത്തം വലിയ വരവാണ് വന്നത്. ആ മുതലാളിത്തം ഇന്ന് തകർന്നടിഞ്ഞ് അമേരിക്കൻ ഗ്രാമങ്ങളിൽ പോലും ദാരിദ്ര്യമുണ്ട് എന്നത് മറച്ചു വെക്കാൻ അവർ ശ്രമിക്കുന്നുവെങ്കിൽ മുതലാളിത്തത്തിന് പറ്റിയ തകരാറെന്ത്? മുതലാളിത്തത്തിന്റെ ബേസ് ഇഷ്ടം പോലെ സമ്പാദിക്കാം. ആ സമ്പാദിക്കുന്നതിലെ നൈതികതയും ധാർമ്മികതയും നോക്കേണ്ടതില്ല, സമ്പാദിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ ഉള്ളവൻ കൂടുതൽ ഉണ്ടാക്കി, ഇല്ലാത്തവൻ ഇല്ലാത്തവനായി പോയി. അതാണ് മുതലാളിത്തത്തിന്റെ കുഴപ്പം. അപ്പൊ മുതലാളിത്തം പരാജയപ്പെട്ടത് മുതലാളിത്ത ആശയമുണ്ടാക്കിയ മനുഷ്യരുടെ പരിമിതി കൊണ്ടാണ്. ഈ മനുഷ്യരെ മുഴുവൻ സൃഷ്ടിച്ച ഈ ലോകത്തിന്റെ സൃഷ്ടാവ് 1400 വർഷങ്ങൾക്ക് മുമ്പ് മാത്രമല്ല. ചിലരൊക്കെ പറയാറുണ്ട് 1400 വർഷങ്ങൾക്ക് ഇസ്ലാം വന്നു. അത് സാങ്കേതികമായി ശരിയാണ്, അടിസ്ഥാനപരമായി ശരിയല്ല. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഇസ്ലാമിന്റെ ലാസ്റ്റ് എഡിഷൻ വന്നു. അതുകൊണ്ടാണല്ലോ മുസ്ലിങ്ങൾ അല്ലാത്തവരുമൊക്കെ അന്തിമ വേദഗ്രന്ഥം, അന്തിമ പ്രവാചകൻ. ഇതിന്റെ അർത്ഥം എന്താ? കുറെ പ്രവാചകന്മാർ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്, കുറെ വേദഗ്രന്ഥങ്ങൾ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ മനുഷ്യാരംഭം മുതൽ മനുഷ്യര് മാർഗനിർദ്ദേശം നൽകിക്കൊണ്ട് അതിന് യോഗ്യനായ ലോകത്തിന്റെ സൃഷ്ടാവ് ആ മാർഗനിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആ മാർഗനിർദ്ദേശത്തിൽ ഏതാണ് ശരി, ഏതാണ് തെറ്റ് എന്ന് കാണാം. ഉദാഹരണമായി ചിലരൊക്കെ പറയും, മുസ്ലിങ്ങളെ കഥ എന്താ? പലിശയൊന്നും പാടില്ല പോലും. ഇന്നത്തെ കാലത്തൊക്കെ ഈ പലിശയൊന്നും ഇല്ലാതെ എങ്ങനെയാ മുന്നോട്ട് പോവുക? അവിടെയാണ് ഇന്ത്യയുടെ ബജറ്റ് വന്നു, കേരളത്തിന്റെ ബജറ്റ് വന്നു. നോക്കൂ, അടിസ്ഥാന പ്രശ്നം എന്താണ്? പലിശയാണ്. ഓരോ പൗരനും ലോക ബാങ്കിന് കടപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ധനമന്ത്രിമാർ ഉറക്കെ പറയാൻ തുടങ്ങി. അവിടെയാണ് ഒന്നാം പിണറായി സർക്കാരിലെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന ഡോക്ടർ തോമസ് ഐസക്, അദ്ദേഹത്തിന്റെ പ്രസ്താവന. അദ്ദേഹം പറഞ്ഞു, പണം കൊണ്ട് പണം ഭരിപ്പിക്കലാണ് പലിശ, അത് പ്രകൃതി വിരുദ്ധമാണ്. അദ്ദേഹം മുസ്ലിം അല്ല, മുസ്ലിം പണ്ഡിതനല്ല, അദ്ദേഹം ദൈവനിഷേധിയായ കമ്മ്യൂണിസ്റ്റുകാരനാണ്. അദ്ദേഹം തുറന്നു പറഞ്ഞു, പണം കൊണ്ട് പണം ഭരിപ്പിക്കലാണ് പലിശ, അത് പ്രകൃതി വിരുദ്ധമാണ്. 2 ലക്ഷം രൂപയുമായി ഒരാൾ ഇരിക്കുന്നു, 4 ഓട്ടോ തൊഴിലാളികൾക്ക് 50,000 രൂപ വീതം കൊടുക്കുന്നു. അയാൾ ചാരുകസേരയിൽ തന്നെ. ഈ ഓട്ടോ തൊഴിലാളി നട്ടപ്പാതിരക്ക് അങ്ങ് കട്ടിപ്പാറ വരെ ഓട്ടുമ്പോ കട്ടിപ്പാറയിൽ ഇറങ്ങുന്ന സഹോദരൻ എടുത്ത് 300ഉം 400ഉം കൊടുക്കുമ്പോ ഓട്ടോ ഡ്രൈവറുടെ മുഖത്ത് സന്തോഷമില്ല. കാരണം എന്താണ്? ഇത് പലിശക്കാരന് കൊടുക്കാനുള്ളതാണ്. എൻ്റെ വീട്ടിലേക്ക് കൂടുതലൊന്നും കിട്ടില്ല. പണം കൊണ്ട് പണം ഭരിപ്പിക്കലാണ് പലിശ. ഇല്ലാത്തവനില്ലാത്തതിന്റെ കടത്തിലേക്ക് പോയി ജപ്തി നോട്ടീസ് സ്വീകരിക്കുമ്പോ ഉള്ളവൻ കൂടുതൽ ഉള്ളവനായി തീരുന്നു. ഇസ്ലാം പലിശ ഹറാമാണെന്ന് പറഞ്ഞതിനെ എങ്ങനെ എതിർക്കും? സാധ്യമേ അല്ല. ഇസ്ലാം തെറ്റാണെന്ന് പറഞ്ഞൊരു കാര്യം ശരിയാണെന്ന് സമർത്ഥിക്കാൻ ആർക്കും ശ്രമിക്കാം, സാധ്യമല്ല, ഒട്ടും സാധ്യമല്ല. കാരണം അത് മുഹമ്മദ് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളല്ല.
പ്രവാചകനെ തിരുത്തുന്ന ഭാഗങ്ങൾ വിശുദ്ധ ഖുർആനിലുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാള് നിലനിൽക്കെ മറ്റൊരാൾ വന്നപ്പോ ആ വ്യക്തിയെ കൂടുതൽ പരിഗണിച്ചപ്പോ വിശുദ്ധ ഖുർആൻ ഇറങ്ങി. അബസ വതവല്ല അൻ ജാഅഹുൽ അഅമ, ആ കണ്ണുപൊട്ടനായ ആളെ നീ അവഗണിച്ചുവല്ലേ. പ്രവാചകനെ തിരുത്തുന്ന, പ്രവാചകന്റെ അബദ്ധം തിരുത്തുന്ന വാചകങ്ങൾ വിശുദ്ധ ഖുർആനിലുണ്ട്. അപ്പോൾ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച, പ്രവാചകചര്യ പഠിപ്പിച്ച ഏതെങ്കിലും ഒരു കാര്യം കാലഘട്ടത്തിന് യോജിച്ചതല്ലെന്ന് പറയാൻ നമുക്ക് സാധ്യമേ അല്ല. മദ്യപാനം, ലഹരി ഇസ്ലാമിൽ ഒരു പഴുതുമില്ല. മറ്റു മതങ്ങളിലൊക്കെ ആഘോഷങ്ങളുടെ, ആരാധനകളുടെ ഭാഗമായിട്ടൊക്കെ മദ്യം കാണാം. എന്നാൽ ഇസ്ലാമിൽ ഒരു പഴുതുമില്ല. കുല്ലു മുസ്കിരിൻ ഹറാം, ലഹരി ഉണ്ടാക്കുന്ന എല്ലാം ഹറാമാണ്. മാത്രമല്ല പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, കൂടുതൽ ഉപയോഗിച്ചാൽ ലഹരി ഉണ്ടാകുന്നത് എന്തോ ഫഖലീലുഹു ഹറാം, അത് കുറച്ചുപയോഗിച്ചാലും അത് ഹറാം തന്നെയാണ്. പലപ്പോഴും ലഹരിയിലേക്ക് ആളുകൾ പ്രവേശിക്കുന്നത് ഒരു കമ്പനിക്കല്ലേ, ഒരു ആഘോഷ ദിവസമല്ലേ, ഒരു ടൂറിനല്ലേ, ഒരു കല്യാണത്തിനല്ലേ എന്ന് പറഞ്ഞല്ലേ സ്വീകരിക്കുക. അവിടെ നോക്കൂ, MDMA മാത്രം ഉദാഹരണം എടുക്കാം. 1 ഗ്രാം MDMA ഒരൊറ്റ പ്രാവശ്യം ഒരു വ്യക്തി ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയിൽ നിന്നും അതിന്റെ ലഹരി പ്രത്യക്ഷമായി മാറിക്കിട്ടണമെങ്കിൽ 16 മുതൽ 24 മണിക്കൂർ വരെ എടുക്കും. 16 മുതൽ 24 മണിക്കൂർ വരെ എടുക്കും. തീർന്നില്ല. ആ ലഹരിയുടെ മുഴുവൻ വിഷാംശങ്ങളും രക്തത്തിൽ നിന്ന് പോകണമെങ്കിൽ 1 മാസം വരെ എടുക്കും. ഒരു പ്രാവശ്യമല്ലേ, ഒരു കമ്പനിക്കല്ലേ, ഒരു ടൂറിനല്ലേ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന്റെ സൃഷ്ടാവിനുള്ള വഹി അനുസരിച്ച്, ഹദീസും വഹിയാണ്, ഖുർആനും വഹിയാണ്, ഹദീസും വഹിയാണ്. സ്ഥാനത്തിന്റെ കാര്യത്തിൽ ഖുർആൻ 1-ാം സ്ഥാനത്തും ഹദീസ് 2-ാം സ്ഥാനത്തുമാണ്. എന്നാൽ പ്രമാണം എന്ന നിലക്ക്, തെളിവ് എന്ന നിലക്ക് ഖുർആനിനോടൊപ്പമാണ് ഹദീസ്. കാരണം ഖുർആനിൽ ആശയങ്ങൾ കൂടുതലുണ്ട്. അതിന്റെ പ്രായോഗിക രൂപമുള്ളത് ഹദീസിലാണ്. പ്രവാചകൻ പഠിപ്പിക്കുന്നു, കൂടുതൽ ഉപയോഗിച്ചാൽ ലഹരി ഉണ്ടാകുന്നതോ ഫഖലീലുഹു ഹറാം, അത് കുറച്ചുപയോഗിച്ചാലും ലഹരി തന്നെ. അതുകൊണ്ട് വളരെ കൃത്യമായ മുദ്രാവാക്യം വിസ്ഡം സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ വെച്ചു. ഒടുങ്ങാതിരിക്കാൻ തുടങ്ങാതിരിക്കുക. ഒടുങ്ങാതിരിക്കാൻ, സ്വന്തം ശരീരം ഒടുങ്ങാതിരിക്കാൻ, സ്വന്തം കുടുംബം ഒടുങ്ങാതിരിക്കാൻ, നാട് ഒടുങ്ങിപ്പോകാതിരിക്കാൻ, 25-ാം വയസ്സിലും 35-ാം വയസ്സിലും വയസ്സനായി പോകാതിരിക്കാൻ, അതെ, ഒടുങ്ങാതിരിക്കാൻ തുടങ്ങാതിരിക്കുക. അതുകൊണ്ട് ലഹരിയെ കുറിച്ച് ഖുർആൻ പറഞ്ഞ അത്ര ശരിയൊന്നുമല്ല. കുറച്ചൊക്കെ ഉപയോഗിക്കാം. ആർക്ക് പറയാൻ പറ്റും? ലഹരി രക്ഷപ്പെടാനുള്ള മാർഗം തുടങ്ങാതിരിക്കലാണ്. അതുകൊണ്ട് ഓരോന്നും സമയക്കുറവ് കൊണ്ട് ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. വിശദാംശങ്ങൾ മെയ് 5 കോഴിക്കോട്ട് ഫാമിലി കോൺഫറൻസുകളിൽ നമ്മുടെ മുഴുവൻ കുട്ടികളും നാട്ടുകാർ ആബാലവൃദ്ധം കോഴിക്കോട്ട് ഒഴുകിയെത്തണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ നന്മയും തിന്മയും നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ലോകത്തിന്റെ സൃഷ്ടാവാണ്. ആ സൃഷ്ടാവ് പഠിപ്പിച്ചു തന്ന മനുഷ്യന്റെ മനസ്സ് സംസ്കരിക്കപ്പെടാനുള്ള അടിസ്ഥാനപരമായ യോഗ്യത അത് ലോകത്തിന്റെ സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ള ബന്ധത്തിന്റെ ഇടക്ക് ഒരു ഇടക്കണ്ണി ഉണ്ടാകാൻ പാടില്ല. പടച്ചവനും പടപ്പിന്റെയും ഇടക്ക് ഒരാളെ വെച്ചാൽ പടപ്പും പടച്ചവരും അകലും. അതുകൊണ്ടാണ് ഖുർആൻ പഠിപ്പിച്ചത്, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത്തദ്ദാഇ ഇദാ ദആനി ഫൽയസ്തജീബു ലീ വൽയുമിനു ബി ലഅല്ലഹും യർഷദൂൻ. മുഹമ്മദ് നബിയെ, എൻ്റെ അടിമകൾ എന്നെപ്പറ്റി നിന്നോട് ചോദിച്ചാൽ നീ അവർക്ക് പറഞ്ഞു കൊടുക്കണം, ഫഇന്നി ഖരീബ്, ഞാൻ ഏറ്റവും അടുത്തവനാണ്. ഉജീബു ദഅവത്തദ്ദാഇ ഇദാ ദആനി, പ്രാർത്ഥിക്കുന്നവൻ എന്നോട് പ്രാർത്ഥിച്ചാൽ ഞാൻ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും. അപ്പോൾ സൃഷ്ടാവ് പറയുന്നു, സൃഷ്ടികൾ എന്നോട് പ്രാർത്ഥിക്കട്ടെ. എന്നാൽ ഇവിടെ ഇതിന്റെ ഇടക്ക് മധ്യവർത്തികൾ വന്നാൽ എന്ത് സംഭവിക്കും? ബഹുമാന്യരായ ക്രൈസ്തവ സഹോദരങ്ങൾ പഠിപ്പിക്കുന്നു, ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരുടെയും
പാപഭാരം ഏറ്റെടുത്ത് യേശു കുരിശിൽ മരിച്ചുപോയി. യേശുവിൽ വിശ്വസിപ്പിൻ, നിങ്ങൾക്ക് രക്ഷപ്പെടാം. പടച്ചവരും പടപ്പിനുമിടക്ക് യേശുവിനെ വെച്ചു, അകലം കൂടി. അപ്പോൾ എന്ത് സംഭവിച്ചു? പടച്ചവന്റെ അടുത്തേക്ക് ഇനി വല്ല അബദ്ധവും സംഭവിച്ചാൽ തന്നെ, ഞാൻ ഒരാളെ കൊന്നുപോയാൽ, ഞാൻ ഒരാളെ സാമ്പത്തികമായി പറ്റിച്ചാൽ തന്നെ ഞാൻ യേശുവിൽ വിശ്വസിച്ച ആളാണല്ലോ എന്ന വ്യാജ സുരക്ഷിതത്വ ബോധം വന്നു. അവിടെ ഇസ്ലാം, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ സഹോദരങ്ങളെ? ലോകത്ത് മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിന്ദിച്ചുകൊണ്ട്, പ്രവാചകനെ ചീത്ത പറഞ്ഞുകൊണ്ട് ഇടക്കൊക്കെ വിവാദങ്ങൾ ഉണ്ടാകും. ചിലപ്പോൾ അത് ചെയ്തത് ക്രൈസ്തവ സഹോദരങ്ങളായിരിക്കും. നിങ്ങൾ ശ്രദ്ധിക്കുക, വിവരമില്ലാത്തൊരു മുസ്ലിം പോലും തിരിച്ച് യേശുവിനെ കുറിച്ച് ഒരക്ഷരം പറയില്ല, ഒരക്ഷരം തിരിച്ചു പറയില്ല. കാരണം ഒരാൾ മുസ്ലിം ആകണമെങ്കിൽ മുഹമ്മദ് റസൂലുള്ളാഹിക്ക് തൊട്ടു മുമ്പ് വന്ന പ്രവാചകൻ ഈസാ നബി അലൈഹിസ്സലാം, സഹോദരങ്ങൾ പറയുന്ന യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചിരിക്കണം. ഈമാൻ കാര്യങ്ങളിൽ പെട്ടതാണത്. അതുകൊണ്ട് ഒരു വിവരവുമില്ലാത്ത, താച്ചു തള്ളിയിട്ടാലും പടിഞ്ഞാറോട്ട് വീഴാത്ത മുസ്ലിം പോലും തിരിച്ച് മുഹമ്മദ് നബിയെ കുറ്റം പറയുമ്പോൾ ഒരക്ഷരം യേശുവിനെ കുറിച്ച് പറയാത്ത. അതുകൊണ്ടാണ് യേശുവിനെ കുറിച്ച് ഇസ്ലാം പറഞ്ഞത്. യേശുവിന്റെ മാതാവാര് മറിയം, യേശുവിന്റെ പിതാവാര് പറയാൻ പറ്റുന്നില്ല അല്ലേ? മുഹമ്മദ് നബിയുടെ മാതാവാര് ആമിന, മുഹമ്മദ് നബിയുടെ പിതാവാര് അബ്ദുള്ള. അപ്പോ വാപ്പയും ഉമ്മയുണ്ട്. യേശുവിന്റെ ഉമ്മയെ കുറിച്ചല്ലേ പറയാൻ പറ്റൂ? അതിന് ഖുർആൻ കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട്. കമസലി ആദം, ആദമിനെ പോലെ. ആദമിന്റെ പിതാവാര്, ആദമിന്റെ മാതാവാര്? മാതാവും പിതാവുമില്ലാത്ത ആദമല്ലേ ആദ്യം ദൈവപുത്രനാകേണ്ടത്? അങ്ങനെയാണെങ്കിൽ എത്ര യുക്തിഭദ്രമായ മറുപടി! അപ്പോൾ മാതാവില്ലാതെ കുട്ടിയെ സൃഷ്ടിക്കാൻ, പിതാവില്ലാതെ കുട്ടിയെ സൃഷ്ടിക്കാൻ, മാതാവും പിതാവുമില്ലാതെ കുട്ടിയെ സൃഷ്ടിക്കാൻ പടച്ചവന് യാതൊരു പ്രയാസവുമില്ല. ആ ഈസാ നബി അലൈഹിസ്സലാം ലോകത്തോട് പഠിപ്പിച്ചത് റബ്ബീ വറബ്ബക്കും, നിങ്ങൾ എന്റെയും നിങ്ങളുടെയും റബ്ബായ പടച്ചവനെ ആരാധിക്കുവീൻ. അവിടെയാണ് വേദഗ്രന്ഥങ്ങളിൽ കൈകടത്തലുകൾ ഉണ്ടായി. ആകാശത്തോ ഭൂമിയിലോ കടലിനടിയിലോ ഒന്നിന്റെയും വിഗ്രഹം ഉണ്ടാക്കരുത് എന്ന് പഠിപ്പിച്ച ബൈബിളിലെ അധ്യാപനത്തെ തള്ളി യേശുവിന്റെ രൂപം തന്നെ ഉണ്ടാക്കി. യേശുവിന് കോപമുള്ള വിഗ്രഹാരാധന പോലും ക്രൈസ്തവ സമൂഹത്തിലേക്ക് കടന്നു വന്നു. അവിടെയാണ് ആ യേശുവിന്റെ പേര് കേൾക്കുമ്പോ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും, ഞാൻ ഈസാ എന്ന് പറഞ്ഞപ്പോഴൊക്കെ അലൈഹിസ്സലാം, ആ മഹാനായ പ്രവാചകന് നീ രക്ഷയും സമാധാനവും നൽകണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. മുഹമ്മദ് നബിയെ ആരാധിച്ചാൽ, മുഹമ്മദ് നബിയോട് പ്രാർത്ഥിച്ചാൽ he is out from Islam, അവൻ ഇസ്ലാമിന് പുറത്താണ്. ഒരാൾ മുഹമ്മദ് നബിയെ പൂജിച്ചാൽ, ഒരാൾ മുഹമ്മദ് നബിയെ ആരാധിച്ചാൽ ആൾക്ക് ഇസ്ലാമിൽ സ്ഥാനമില്ല. കാരണം അബ്ദുഹു വറസൂലുഹു, മുഹമ്മദ് നബി പടച്ചവന്റെ അടിമയും പടച്ചവന്റെ പ്രവാചകനുമാണ്. അതുകൊണ്ടാണ് വെള്ളിയാഴ്ച ദിവസം, ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ, വെള്ളിയാഴ്ച ദിവസം മുസ്ലിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം അക്സിറു അലയ്യ, സമൂഹത്തോട് പ്രവാചകൻ പറയുകയാണ്, നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. പ്രവാചകൻ പറയുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യൂ, നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ വർദ്ധിപ്പിക്കൂ, അഥവാ സ്വലാത്ത് വർദ്ധിപ്പിക്കൂ. എന്താണ് സ്വലാത്ത്? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ, പടച്ചവനെ മുഹമ്മദ് നബിക്ക് നീ ഗുണം ചെയ്യണമേ. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ, പടച്ചവനെ മുഹമ്മദ് നബിയെ നീ അനുഗ്രഹിക്കണമേ, അവിടുത്തെ കുടുംബത്തെയും. ഇതെല്ലാ നമസ്കാരങ്ങളിലും അറിയുക. ഇതര മതസ്ഥരെ, മുഹമ്മദ് നബിക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത, മുഹമ്മദ് നബിക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത ഒരൊറ്റ ദിവസവും ഒരു മുസ്ലിമിന്റെ ജീവിതത്തിലില്ല. പിന്നെ എങ്ങനെയാ മറ്റുള്ളവരെ ആരാധിക്കുന്നത്? അതെ, നിലവിളക്ക് വിവാദമുണ്ടായപ്പോ CH മുഹമ്മദ് കോയ എന്ന് പറയുന്ന ഈ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലെത്തിയ CH മുഹമ്മദ് കോയ, അദ്ദേഹം നിലവിളക്ക് കൊളുത്താൻ മടിച്ചപ്പോ ഒരു വലിയ വിവാദം സംസ്ഥാനത്തുണ്ടായി. ആ സന്ദർഭത്തിൽ അദ്ദേഹം മൗനം പാലിച്ചു. കേരളത്തിന്റെ ഒന്നാമത്തെ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട് ആ സന്ദർഭത്തിൽ ഒരു പ്രസ്താവന ഇറക്കി. അദ്ദേഹം പറഞ്ഞത്, CH മുഹമ്മദ് കോയയും ഞാനും തമ്മിൽ ആശയപരമായി പല അഭിപ്രായ വ്യത്യാസങ്ങളുമുണ്ട്. എന്നാൽ CH മുഹമ്മദ് കോയ നിലവിളക്ക് കൊളുത്താത്ത വിഷയത്തിൽ അദ്ദേഹത്തിന്റെ നിലപാട് 100% ശരിയാണ്. ആരാണ് പറഞ്ഞത്? EMS നമ്പൂതിരിപ്പാട്. അതിനുശേഷം EMS ഒരു വിശദീകരണം നൽകി. ആ വിശദീകരണം മുഴുവൻ മുസ്ലിം ലീഗ് പ്രവർത്തകരും മുഴുവൻ CPM പ്രവർത്തകരും ഇമ്പോസിഷൻ എഴുതേണ്ടതാകുന്നു. എന്താണ് EMS പറഞ്ഞത്? സ്വന്തം പ്രവാചകനായ,
സ്വന്തം പ്രവാചകനായ മുഹമ്മദ് നബിയെ ആരാധിക്കാത്ത CH എങ്ങനെ അഗ്നിയെ ആരാധിക്കുന്ന നിലവിളക്ക് കൊളുത്തും? അതുകൊണ്ട് CH നിലവിളക്ക് കൊളുത്താത്ത നിലപാട് ശരിയാകുന്നു എന്ന് പറഞ്ഞു. മാത്രമല്ല, നാം മനസ്സിലാക്കേണ്ടതുണ്ട്, അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ച സന്ദർഭം അന്ന് അങ്ങനെയായിരുന്നുവെങ്കിൽ അതിൽ നിന്ന് മാറ്റം വന്നു. ഒന്നുകൂടി EMS കൂട്ടിച്ചേർത്തു. സർക്കാർ ചടങ്ങിലേക്ക് ഒരു മതത്തിന്റെ ആരാധനാ സമ്പ്രദായം കൊണ്ടുവരുന്നതാണ് പ്രശ്നം. അവിടേക്ക് ക്രിസ്ത്യാനികൾ ഒന്ന് കൊണ്ടുവന്നു, മുസ്ലിങ്ങൾ വേറൊന്ന് കൊണ്ടുവന്നു, പിന്നെ ഉദ്ഘാടനത്തിന് നേരണ്ടാവോ? അതുകൊണ്ട് അത് ശരിയല്ല എന്ന് EMS അന്ന് പറഞ്ഞു. അഥവാ സ്വന്തം പ്രവാചകനെ ആരാധിച്ചാൽ ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന ഏകദൈവാരാധനയുടെ മതമാണ് ഇസ്ലാം. ആ ഏകദൈവാരാധനയുടെ പ്രത്യേകത എന്താ? ലോകത്തിന്റെ സൃഷ്ടാവിനെ മാത്രം ആരാധിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ തെറ്റ് ചെയ്യുമ്പോൾ പേടിക്കും. കാരണം പടച്ചവൻ കാണുന്നുണ്ട്, പടച്ചവൻ അറിയുന്നുണ്ട്. എന്നാൽ മറ്റാരാധ്യ വ്യവസ്ഥ സാരല്ല, അതാ ദേവി റെഡിയാക്കിക്കോളും. അത് ആ തറക്കോത്സവത്തിൽ ഞാൻ പോയതല്ലേ, ആ പള്ളിപ്പെരുന്നാൾ പോയതല്ലേ, ആ ജാറത്ത് പോയതല്ലേ, സിയമക്കാമല ശൈഖ് ശരിയാക്കിക്കോളും. ഇങ്ങനെ വ്യാജ സുരക്ഷിതത്വ ബോധം വരും. ഇസ്ലാം പറഞ്ഞു ലാ ഇലാഹ, ലാ ഇലാഹ, ഒരാരാധ്യരുമില്ല. ആരാധിക്കാൻ പറ്റുന്ന, പ്രാർത്ഥിക്കാൻ പറ്റുന്ന, പൂജിക്കാൻ പറ്റുന്ന ആരുമില്ല ഇല്ലല്ലാഹ്, സാക്ഷാൽ ആരാധ്യനല്ലാതെ, പടച്ചവനല്ലാതെ. ആദ്യം നിഷേധിച്ചു. ഒന്നിന്റെ മുമ്പിലും തലകുനിക്കുന്ന പ്രശ്നമില്ല, ഒന്നിനെയും പൂജിക്കുന്ന പ്രശ്നമില്ല. എന്നിട്ട് സമർത്ഥിച്ചു ഇല്ലല്ലാഹ്, സാക്ഷാൽ ആരാധ്യനല്ലാതെ, പടച്ചവനല്ലാതെ. അതാണ് പള്ളിയിലേക്ക് പോയി നോക്കൂ. പള്ളിയിൽ വിഗ്രഹമില്ല, ഖബറില്ല, പുഷ്പമില്ല, മരമില്ല, ഒന്നുമില്ല. ശൂന്യമായ ഭവനം. ആ ശൂന്യമായ ഭവനത്തിൽ നമ്മളെ കാണുന്ന, നാം അങ്ങോട്ട് കാണാത്ത ലോകത്തിന്റെ സൃഷ്ടാവിനെ ആരാധിക്കുന്നു. അതാണ് പള്ളികളുടെ പ്രത്യേകത. അതുകൊണ്ട് എൻ്റെ ശബ്ദം ശ്രവിക്കുന്നവരെ, നമ്മളൊക്കെ ഏകദൈവാരാധകരാകേണ്ടവരാണ്. കാരണം അതാണ് രക്ഷയുടെ സന്ദേശം. ഈ താമരശ്ശേരി വന്നുകൊണ്ട്, താമരശ്ശേരിയിലെ മുഴുവൻ ജനങ്ങളെ, നിങ്ങളെല്ലാവരും മുഹമ്മദ് നബി ആരാധിക്കണം എന്നാണ് ഞാൻ പറയുന്നതെങ്കിൽ അത് വിശ്വാസപരമായ വർഗീയതയായിരുന്നു. ഞാൻ പറയുന്നു, ജനങ്ങളെ, നിങ്ങൾ മുഹമ്മദ് നബിയെ ആരാധിക്കരുത്, യേശുവിനെ ആരാധിക്കരുത്, ശ്രീരാമനെ ആരാധിക്കരുത്, ചന്ദ്രനെ ആരാധിക്കരുത്, ഭൂമിയെ ആരാധിക്കരുത്. ഭൂമിയെ സൃഷ്ടിച്ച, ചന്ദ്രനെ സൃഷ്ടിച്ച, മുഴുവൻ സൃഷ്ടിജാലങ്ങളെയും സൃഷ്ടിച്ച വമിൻ ആയാതിഹിൽ ലൈലു വന്നഹാർ والشمس والقمر لا تسجدوا للشمس ولا للقمر واسجدوا لله الذي خلقهن إن كنتم إياه تعبدون. പടച്ചവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് രാവും പകലും, സൂര്യനും ചന്ദ്രനും. നിങ്ങൾ സൂര്യനെയോ ചന്ദ്രനെയോ പ്രണാമം അർപ്പിക്കരുത്. വസ്ജുദൂ ലില്ലാഹി الذي خلقهن, അവയെ സൃഷ്ടിച്ച പടച്ചവനെ ആരാധിക്കുവീൻ. യേശുവിനെ അല്ല, യേശുവിന്റെ സൃഷ്ടാവിനെ. മുഹമ്മദ് നബി അല്ല, മുഹമ്മദ് നബിയുടെ സൃഷ്ടാവിനെ. കടലമ്മേ അല്ല, കടലിന്റെ സൃഷ്ടാവിനെ. ഭൂമിയെ അല്ല, ഭൂമിയുടെ സൃഷ്ടാവ്. ഇത് കേൾക്കാനൊരു സന്തോഷമില്ലേ? കേൾക്കാനൊരു സന്തോഷമില്ലേ? ഒന്നിനെയും ആരാധിക്കരുത്. കാരണം ആരാധനക്കൊരു യോഗ്യതയുണ്ട്. യാ അയ്യുഹന്നാസ് ഉബ്ദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ജനങ്ങളെ, നിങ്ങൾ നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ചവനായ നിങ്ങളുടെ രക്ഷകനെ ആരാധിക്കുക. ജനങ്ങളെ മൊത്തം വിളിച്ചാണ് പറയുന്നത്. ആരാധന ചെയ്യണോ? സൃഷ്ടിക്കണം. സൃഷ്ടിച്ചാൽ മാത്രമേ, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ളുരിബ മസലുൻ, ഒരു ഉദാഹരണ വിവരിക്കപ്പെടാൻ പോകുന്നു. ഫസ്തമിഉ ലഹു, നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കണം. ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ്, പടച്ചവന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ, ലാ യഖ്ലുഖൂ ദുബാബ, അവരൊരു ഈച്ചയെപ്പോലും സൃഷ്ടിച്ചിട്ടില്ല. ഇനി ഈച്ച അവരത് വല്ലതും തട്ടിയെടുത്തു കൊണ്ടുപോയാൽ ലാ യസ്തൻഖിദൂഹു മിൻഹു, അത് തിരിച്ചെടുക്കാൻ അവർക്ക് സാധ്യമല്ല. ലഅഫത്വാലിബു വൽ മത്ലൂബ്, അതേ പ്രാർത്ഥിക്കുന്നവനും പ്രാർത്ഥിക്കപ്പെടുന്നവരും ദുർബലർ തന്നെ. പടച്ചവൻ ജനങ്ങളെ വിളിച്ച് സൂറത്ത് ഹജ്ജിൽ പറയുന്നു, ജനങ്ങളെ, ഒരു ഉദാഹരണം ഇതാ പറയുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ ആയത്തിന്റെ അർത്ഥം കേരള നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട്. നിയമസഭയിൽ പറയാനുള്ള സാഹചര്യമുണ്ടായി.
അവിടുന്ന് ആ ലഘുലേഖ എടുത്തു വായിച്ചു. പറവൂർ ഇഷ്യൂ വന്നപ്പോ എന്താണ് അവിടെ സംഭവിച്ചത് എന്നതിന് വിശദീകരണമായി ഈ ലഘുലേഖ അദ്ദേഹം എടുത്തു വായിച്ചു. ജനങ്ങളെ, പടച്ചവന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ ഒരീച്ചയെപ്പോലും സൃഷ്ടിച്ചിട്ടില്ല. ചിന്തിക്കൂ, ഒരീച്ചയെ സൃഷ്ടിച്ചിട്ടുണ്ടോ? കടൽ ഒരീച്ചയെ സൃഷ്ടിച്ചിട്ടുണ്ടോ? സൂര്യൻ ഒരീച്ചയെ സൃഷ്ടിച്ചിട്ടുണ്ടോ? മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഏതാരാധ്യന്മാരാകട്ടെ, ഇനി അവരുടെ നേർച്ച വസ്തുവിൽ നിന്ന് ഒരു ഈച്ച വല്ലതും തട്ടിയെടുത്ത് പറന്നുപോയി, ആ ഈച്ച തട്ടിയെടുത്ത് കൊണ്ടുപോയതിനെ തിരിച്ചെടുക്കാൻ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന എല്ലാവരും കൂടി ചേർന്നാലും സാധ്യമല്ല. CM മക്കാമിൽ അവിടുത്തെ ജാറത്തിലേക്ക് നേർച്ച കൊടുത്ത ഒരു ഭക്ഷണം, ആ ഭക്ഷണത്തിൽ നിന്ന് ഒരു ഈച്ച ഒരു മൈക്രോ പോയിന്റ് എടുത്ത് പറന്നുപോയാൽ CM മക്കാമിലെ ശൈഖ് മാത്രല്ല, ലോകത്ത് പടച്ചവന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന എല്ലാവരും കൂടി കോൺഫറൻസ് ചേർന്നാലും സാധ്യമല്ല. ഞാൻ പറഞ്ഞതല്ല, പടച്ചവൻ പറഞ്ഞതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഏകദൈവാരാധനം എന്റെ ശബ്ദം ശ്രവിക്കുന്നവരെ പഠിക്കണം. നിങ്ങൾ ഒരു ബസ് മുന്നോട്ട് പോകുന്നു, ആ ബസ് ചുരം ഇറങ്ങുകയാണ്. ബസ്സിന്റെ മുമ്പിൽ യേശുവിന്റെ ഫോട്ടോ, ബസ്സിന്റെ മുമ്പിൽ ബഹുമാന്യരായ ഹൈന്ദവരുടെ ആരാധ്യ വസ്തു. മുസ്ലിങ്ങളൊന്നും വെക്കാനില്ല. പിന്നെ കിടക്കട്ടെ, ഒടുങ്ങാക്കാട് മക്കാമിന്റെ ഒരു ഫോട്ടോ ഒന്നും വെക്കാനില്ലല്ലോ. അങ്ങനെ ബസ് അപകടത്തിലേക്ക് പോകുന്നു, ഒരു ഇലക്ട്രിക് പോസ്റ്റിന് പോയി ഇടിക്കുന്നു. ഈ മൂന്നും തകർന്ന് തരിപ്പണമായി പോകുന്നു. സ്വന്തം ചിത്രത്തെ സംരക്ഷിക്കാൻ സാധിക്കാത്ത ഒടുങ്ങാക്കാട് മക്കാമിലെ ശൈഖാണോ ആ ബസ്സിലുള്ളവരെ നിയന്ത്രിക്കുന്നത്? സാധ്യമല്ല. ഒരു വിഗ്രഹത്തിന്റെ മുമ്പിൽ അല്ലെങ്കിൽ CM മക്കാമിലെ ഷെയ്ഖിന്റെ ഫോട്ടോയുടെ മുമ്പിൽ ഒരു പൂ വച്ചു, ആ പൂവ് വാടുന്നത് തടയാൻ അവർക്ക് സാധ്യമല്ല. വൈകുന്നേരമാകുമ്പോഴേക്കും രാവിലെ 10 രൂപ കൊടുത്തു വാങ്ങിയ പൂവ് വൈകുന്നേരമാകുമ്പോഴേക്കും വാടിപ്പോകും. ആ വാടിപ്പോകുന്നത് തടയാൻ അവർക്ക് സാധ്യമല്ല. എത്ര വ്യക്തമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഉറക്കമില്ലാത്തവനോട് പ്രാർത്ഥിക്കണം, മയക്കമില്ലാത്തവനോട് പ്രാർത്ഥിക്കണം. ഉറങ്ങുന്നവരോടല്ല, ഉറക്കം നൽകുന്നവനോട്. മരിച്ചു പോയവരോടല്ല, മരിപ്പിക്കുന്നവനോട്. അല്ലാഹു എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ ആരാധ്യനില്ല. അൽ ഹയ്യ്, അവൻ എന്നെന്നുമുള്ളവനാണ്. അൽ ഖയ്യൂം, അവനെല്ലാം നിയന്ത്രിക്കുന്നവനാണ്. ഇങ്ങനെ പറയാൻ ലോകത്താരുണ്ട്? എല്ലാം നിയന്ത്രിക്കുന്നവനെന്ന് പറയാൻ, എന്നെന്നുമുള്ളവനെന്ന് പറയാൻ. അവനെ ഒരു ഉറക്കമോ ഒരു മയക്കമോ ബാധിക്കുന്നില്ല. അതുകൊണ്ട് ഈ ആശയം സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കേണ്ട മുസ്ലിം സമൂഹം, ആ മുസ്ലിം സമൂഹം ഇപ്പൊ എവിടെയാണ് എത്തി നിൽക്കുന്നത്? നമ്മുടെ ഈ അടുത്ത പ്രദേശമായ കോരങ്ങാട് പ്രദേശത്ത് പരിചയമുള്ളവർക്കറിയാം, അവിടെ ഒരു സൂപ്പി ജാറമുണ്ട്. സൂപ്പി എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഉടുക്കാതെ നഗ്നനായി, അദ്ദേഹം നഗ്നത മറക്കാതെ നടന്നൊരു വ്യക്തിയായിരുന്നു. കൽപ്പറ്റയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രദേശം. പിന്നീട് അദ്ദേഹം നമ്മുടെ നാട്ടിലേക്ക് എത്തി. 40 വയസ്സ് കഴിഞ്ഞ എൻ്റെ സദസ്സിലുള്ള എല്ലാവർക്കും ഒരുപക്ഷെ അതിനെക്കുറിച്ച് വ്യക്തമാകും. അങ്ങനെ അദ്ദേഹം നടന്നപ്പോ കുറെ ചെറുപ്പക്കാരും സൂപ്പിയുടെ കൂടെ, അങ്ങനെ നാനാജാതി മതസ്ഥരായ സ്ത്രീകൾ, ആ സ്ത്രീകൾ പറഞ്ഞു സഹിക്കാൻ കഴിയില്ല. അങ്ങനെ റോഡ് ഉപരോധിച്ചു. ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തേ പറ്റൂ, ഇവിടെ കുട്ടികൾക്ക് ജീവിക്കണം, ഇവിടെ സ്ത്രീകൾക്ക് മുന്നോട്ട് പോകണം, അതുകൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ഈ താമരശ്ശേരിക്കടുത്ത് റോഡ് ഉപരോധിച്ചു. അങ്ങനെ അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഏത് പോലീസ്? താമരശ്ശേരി പോലീസ് സ്റ്റേഷൻ തൊട്ടടുത്താ ഉള്ളത്. രേഖ പരതിയാൽ അവിടെ ഉണ്ടാകുന്നത്. അങ്ങനെ അദ്ദേഹത്തെ എന്ത് ചെയ്യണം? കുതിരവട്ടത്തെ കയക്കണമോ? അപ്പോഴാണ് ബീരാനാജി അവിടെ വരുന്നത് ഒപ്പിടാൻ. ബീരാനാജി എന്തിനാ എപ്പോഴും ഒപ്പിടാൻ വരുന്നത്? അദ്ദേഹം പെർമിഷൻ ഇല്ലാതെ അദ്ദേഹം പാകിസ്ഥാനിൽ പോയി. തിരിച്ചു വരുമ്പോ രാജസ്ഥാൻ പോലീസ് പിടിച്ചു. അത് വലിയ അക്രമമാണ്. ഒരു രാജ്യത്തിന്റെ പെർമിഷൻ ഇല്ലാതെ മറ്റൊരു രാജ്യത്ത് പോവുക. പലരും ഇടപെട്ടു, രാഷ്ട്രീയക്കാരിടപെട്ടു, വിവരമില്ലാതെ സംഭവിച്ചു പോയതാ. ശരി, എങ്കിൽ ഇത്ര കാലയളവിനുള്ളിൽ താമരശ്ശേരി പോലീസ് സ്റ്റേഷനിൽ പോയി ഒപ്പിടണം. ഇങ്ങനെ ഒപ്പിടാൻ വന്നപ്പോഴാണ് നമ്മുടെ സൂപ്പിക്ക അവിടെ ഇങ്ങനെ നിൽക്കുന്നത്. പോലീസ് പറഞ്ഞു ഒന്ന് രക്ഷപ്പെടുത്തി തരണം. ഒരു രക്ഷയിലായിക്കോട്ടെ, ഞാൻ കൊണ്ടുപോയിക്കൊള്ളാം. അങ്ങനെ ബീരാനാജി സൂപ്പിക്കായെയും കൂട്ടി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയി. അങ്ങനെയാണ് സൂപ്പിക്ക ഈ കോരങ്ങാട് പ്രദേശത്ത് എത്തുന്നത്. പിന്നെ ജനങ്ങൾ, കച്ചവടക്കാരെ ഒപ്പം കൂടി, ഇത് യഥാർത്ഥത്തിൽ ഒരു ഔല്യ തന്നെയാണ് കേട്ടോ എന്ന് പറഞ്ഞ ആളുകൾ
ഒപ്പം കൂടി. അങ്ങനെ ഒപ്പം കൂടിയ സന്ദർഭത്തിൽ അന്നത്തെ SKSSFന്റെ സംസ്ഥാന കമ്മിറ്റിക്ക് ആ നാട്ടിലുള്ള ആളുകൾ അന്വേഷിച്ചു, ഇങ്ങനൊരു പ്രശ്നം ഞങ്ങളുടെ നാട്ടിലുണ്ട്, ഞങ്ങൾ എന്ത് ചെയ്യണം? അന്ന് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ്, അദ്ദേഹമായിരുന്നു SKSSFന്റെ സംസ്ഥാന സെക്രട്ടറി. അന്ന് EK അബൂബക്കർ മുസ്ലിയാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഒരു വിഷയം, ഒരു പ്രസംഗത്തിൽ അതിന്റെ വിശദീകരണം കൊടുത്തു. അതിങ്ങനെയായിരുന്നു: ഭ്രാന്തായതിനാൽ ഉടുക്കാതിരിക്കാനും നമസ്കരിക്കാതിരിക്കാനും ജായിസാണ്. ആൾക്ക് ഭ്രാന്താണ്. അങ്ങനെ ഭ്രാന്തായതുകൊണ്ട് അദ്ദേഹം ഉടുക്കാത്തതിന്റെ പേരിൽ ഒന്നും പറയേണ്ടതില്ല, നിസ്കരിക്കാത്തതിന്റെ പേരിലും ഒന്നും പറയേണ്ടതില്ല. അടുത്ത വാചകം: എന്നാൽ നിങ്ങൾ അദ്ദേഹത്തെ കാണലും അവിടെ പോകലും ഹറാമാണ്, ഹറാമാണ്. എന്നിട്ട് എന്തേ ഇപ്പൊ അവിടെ ഉറൂസ് നടക്കാൻ കാരണം? അതിനുശേഷം സമസ്തയിലെ വേറൊരു കച്ചവടക്കാരൻ, ആ കച്ചവടക്കാരനായ മുസ്ലിയാർ സമസ്തയുടെ EKയുടെ കൂടി പിൻബലമുള്ള ഈ ഫത്വയെ തട്ടിമാറ്റി അവിടെ ഒരു ദിക്ർ ഹൽക്ക നടത്തി. ഭയങ്കര പോരിശുള്ള മഹാനാന്ന് പറഞ്ഞു. അതോടുകൂടി അവിടെ ഇന്നും കോരങ്ങാട്ടുള്ള മഹല്ലിലെ വലിയൊരു വിഭാഗം ആളുകൾ ആ ഉറൂസിനെ അംഗീകരിക്കുന്നില്ല. സഹോദരങ്ങളെ, 40 വയസ്സ് കഴിഞ്ഞപ്പോ, 40ഓളം കൊല്ലം കഴിഞ്ഞപ്പോ ഞാനിത് പറയുമ്പല്ലേ നമുക്ക് ഓർമ്മ വരുന്നത്. എന്നാൽ ഒരു 100 കൊല്ലം കഴിയുമ്പോ സൂഫി മക്കാമൊക്കെ ഭയങ്കരമായിട്ട് വളരും. അതിന്റെ പേരിൽ മൗലൂദ് വരും, പലതും വരും. ഇങ്ങനെയാണ് വ്യാജ ആത്മീയത തിളർത്തു വരുന്നത്. അതുകൊണ്ട് ആ വ്യാജ ആത്മീയതയെ നമുക്ക് അംഗീകരിക്കാൻ ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് തന്നെ മനുഷ്യർ അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ആരോട് പറയണം? അവർ ആരെ ആരാധിക്കണം? അതിനൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ: മുഴുവൻ മനുഷ്യരെയും സൃഷ്ടിച്ച് സംവിധാനിച്ച ഈ ലോകത്തിന്റെ സൃഷ്ടാവിനോട് മാത്രം. അതിൽ നിന്ന് മുസ്ലിം സമൂഹം വരെ പിന്നോട്ട് പോയി. അവിടെയാണ് മുജാഹിദ് പ്രസ്ഥാനം ആഭ്യന്തര യുദ്ധത്തിൽ ഏർപ്പെടേണ്ടി വന്നു. സ്വസമുദായത്തിന് ഉള്ളിൽ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും. എന്റെ ചെറുപ്പത്തിൽ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, സൂഫി മക്കാമിൽ ഞാൻ പോയിട്ടുണ്ട്. അവിടെ കബറ് കെട്ടിപ്പൊക്കുന്നത് തടയാൻ, അവിടെയുള്ളവരോട് സംസാരിക്കാൻ, ലഘുലേഖ ഇറക്കാൻ അന്ന് അവിടെ മുജാഹിദുകൾ കൂടുതലില്ലെങ്കിലും ആ പ്രദേശത്തുകാരൊക്കെ എൻ്റെ വിദ്യാർത്ഥി കാലഘട്ടത്തിൽ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ അവിടെ പോകണമെങ്കിൽ എനിക്കൊരു സന്ദേശം എൻ്റെ രക്ഷിതാക്കൾ പഠിപ്പിച്ചിട്ടുണ്ടാകും. അഥവാ മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ നിർവഹിക്കുന്നത് പ്രവാചകന്മാർ നിർവഹിച്ച ദൗത്യമാണ്. ആ ദൗത്യം നിങ്ങൾക്കറിയില്ലേ? ഈ അടുത്ത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത് CM മഖാമിലെ ഷെയ്ഖ് മുദബ്ബിറുൽ ആലമാണ്, ലോകം നിയന്ത്രിക്കുന്നത് CM ആണ് എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആനിലെ ഒരായത്തിനെ ദുർവ്യാഖ്യാനം ചെയ്തു. ഇതിനെതിരെ കേരളത്തിലുടനീളം മുദബ്ബിറുൽ ആലം, ലോകത്ത് നിയന്ത്രിക്കുന്നത് പടച്ചവൻ മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് 2 റൗണ്ടുകളിലായി CM മഖാമിന്റെ പരിസരത്ത് കോരിച്ചൊരിയുന്ന മഴയത്തും വൻ ജനസഞ്ചയത്തെ പങ്കെടുപ്പിച്ചുകൊണ്ട് ജാറത്തിന്റെ മുറ്റത്ത് പോയി വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പരിപാടി നടത്തി. ഈ ജാറത്തിൽ മരിച്ചു കിടക്കുന്ന ഷെയ്ഖിന് ഒന്നിനും കഴിയില്ല, ഒരു കഴിവുമില്ല. ഒപ്പം നമ്മൾ പറഞ്ഞു CM അബൂബക്കർ മുസ്ലിയാർ എന്നുള്ള മനുഷ്യനാരും കുറ്റം പറയണ്ട. അദ്ദേഹത്തിന് നമ്മൾ കുറ്റം പറയുന്നത് ആ പടച്ചവനോട് ചോദിക്കേണ്ട കാര്യങ്ങൾ. നമുക്കറിയാം അവിടെ CM മക്കാം കമ്മിറ്റിയും CM സെന്റർ കമ്മിറ്റിയും ഉണ്ട്. ഇത് രണ്ടും വന്നപ്പോ മക്കാം കമ്മിറ്റിയിലേക്ക് പോകുന്ന വഴി ആ സെന്റർ കമ്മിറ്റി ഒന്ന് ഒരു സമസ്തയുടേത്, മറ്റേത് മറ്റേ സമസ്തയുടേത്. ഇത് രണ്ടും തമ്മിൽ ഒരു സംഘർഷമുണ്ടായി. ആ സംഘർഷമുണ്ടായി, അടിപിടിയായി. പരിക്ക് പറ്റിയവരെ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. ആൾക്കാർ എന്തിനാ മക്കാമിൽ വരുന്നത്? വേദന മാറാൻ, രോഗം മാറാൻ. മക്കാമിന്റെ പേരിൽ അടിയുണ്ടായപ്പോ നേരെ പോയത് കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലേക്ക്. നമ്മളൊക്കെ വായിച്ചിരിക്കും ആ വാർത്ത. സ്വന്തത്തിന്റെ പേരിൽ തല്ലുകൂടിയിട്ട് അതൊന്ന് മസ്ലഹത്താക്കാനോ ആ വേദന വേണ്ട എന്നങ്ങ് പറഞ്ഞാ പോരാ കബറിനുള്ളത്. നടന്നില്ല. എന്നിട്ട് മനുഷ്യർ ചിന്തിക്കണ്ടേ? അതുകൊണ്ട് CM മക്കാമിൽ മരിച്ചു കിടക്കുന്ന അബൂബക്കർ മുസ്ലിയാർ എന്ന് പറഞ്ഞ മനുഷ്യനെ നമ്മൾ ആരും കുറ്റം പറയുന്നില്ല. മറിച്ച് എന്താ കുറ്റം പറയുന്നത്? ആ മനുഷ്യന്, ഇന്ന് കബറിൽ മരിച്ചു കിടക്കുന്ന ആ മനുഷ്യൻ ലോകത്താരും സംസാരിക്കുന്നത് കേൾക്കില്ല, കാണില്ല. യാതൊരു സംശയവും ആ വിഷയത്തിൽ വേണ്ട. അവിടുന്ന് മാത്രമല്ല ഒരാളും. കാരണം സമസ്തയിലെ മദ്രസയിൽ അടക്കം നമ്മൾ പഠിക്കുന്നു സമീർ അല്ലാഹുവാണ്,
ബസീർ അല്ലാഹുവാണ്, അലീം അല്ലാഹുവാണ്. അല്ലാഹുവിന്റെ 99ഓളം നാമവിശേഷണങ്ങൾ അത് അല്ലാഹു അല്ലാതെ ഒരാൾക്കുമില്ല. എല്ലാം കാണുന്നവൻ അല്ലാഹു മാത്രം, എല്ലാം കേൾക്കുന്നവൻ അല്ലാഹു മാത്രം, എല്ലാം അറിയുന്നവൻ അല്ലാഹു മാത്രം. അതല്ലേ ഖുൽ ഹുവല്ലാഹു അഹദ്, നബിയെ പറയുക കാര്യം അല്ലാഹു ഏകനാകുന്നു. ഖുൽ ഹുവല്ലാഹു തള്ളാതെ CMA കാക്കടേന്ന് വിളിക്കാൻ പറ്റില്ല. ഖുൽ ഹുവല്ലാഹു അഹദ് തള്ളാതെ മുഹൈദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ എന്ന് വിളിക്കാൻ പറ്റില്ല. കാരണം മുഹൈദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ എന്ന് ഒരാൾ വിളിക്കണമെങ്കിൽ എന്ത് വിശ്വസിക്കണം? ഞാൻ ഈ താമരശ്ശേരിയിൽ നിന്ന് ഷെയ്ഖിനെ വിളിക്കുമ്പോൾ ഷെയ്ഖ് അത് കേൾക്കും. ബാഗ്ദാദിൽ മറമടഞ്ഞു കിടക്കുന്ന ഖബറിലെ ഷെയ്ഖ് അത് കേൾക്കുമെന്ന് വിശ്വസിച്ചാലല്ലേ എനിക്ക് വിളിക്കാൻ പറ്റൂ. അതോടുകൂടി സമീർ, എല്ലാം കേൾക്കുന്നവൻ എന്ന പടച്ചവന്റെ വിശേഷണം ഷെയ്ഖിന് കൊടുത്തു. ഷെയ്ഖ് പറഞ്ഞതോ വഇദാ സഅൽത ഫസ്അലില്ലാഹ്, നീ ചോദിക്കുകയാണെങ്കിൽ അല്ലാഹുവിനോട് ചോദിക്കണം. വഇദാ സ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നീ സഹായം തേടുകയാണെങ്കിൽ അല്ലാഹുവിനോട് സഹായം തേടണം. അതാ ഷെയ്ഖ് പഠിപ്പിച്ചത്. എന്നാൽ മഹാനായ മുഹൈദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹിയെ തള്ളി പറഞ്ഞുകൊണ്ട് പുത്തൻവാദികളായ ആളുകൾ ഷെയ്ഖേ കാക്കണേ എന്ന് വിളിക്കുന്ന ഗതികേടാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഷെയ്ഖേ എന്നല്ല, പടച്ചവനെ എന്നാണ് വിളിക്കേണ്ടത്. അങ്ങനെയാണ് ഷെയ്ഖും വിളിച്ചിട്ടുള്ളത് എന്ന് പഠിപ്പിക്കാൻ മഹാന്മാരായ ബദരീങ്ങൾ 3 വരുന്ന സൈന്യത്തെ മറുഭാഗത്ത് കണ്ടപ്പോ അവർ ദുആ ചെയ്തത് ദാവൂദ് നബി അലൈഹിസ്സലാമിനോടല്ല, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോടല്ല. ഇത് തസ്തഗീസൂന റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാസ തേടിയ, സഹായം തേടിയ സന്ദർഭം. ഫസ്തജാബ ലക്കും, അപ്പോൾ നാം നിങ്ങൾക്ക് ഉത്തരം നൽകി. അതുകൊണ്ട് സഹോദരങ്ങളെ, റബ്ബിനോട് മാത്രമായിരിക്കണം നമ്മുടെ തേട്ടം. അങ്ങനെ കാരണം റബ്ബാണെല്ലാം അറിയുന്നവൻ. ഇങ്ങനെ വന്നാൽ എന്തുവരും? ഇന്നത്തെ ഇശ ഞാൻ നമസ്കരിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ ആ നിശാഇന്റെ ബാധ്യത എനിക്കാകുന്നു, വേറെ ഒരാളും അത് ഏറ്റെടുക്കില്ല. അപ്പ ഇശ നിസ്കരിക്കും. ഞാൻ പലിശയുമായി ബന്ധപ്പെട്ടാൽ അതിൻ്റെ കുറ്റം ഞാൻ ഏറ്റുവാങ്ങേണ്ടി വരും. അല്ലെങ്കിലോ, എൻ്റെ ചെറുപ്പത്തിൽ പ്രായമായി കിടക്കുന്ന ഒരാൾ കുറെ കാലം അദ്ദേഹത്തിന് നിസ്കരിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഒരു തങ്ങൾ ഇങ്ങനെ വരുന്നു. ഞാൻ കണ്ട കാഴ്ചയാണ്. തങ്ങൾ വന്നു, എല്ലാം കണ്ടു. നിങ്ങൾ നിസ്കാരമൊക്കെ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. തങ്ങൾക്ക് നല്ലൊരു പൈസയും കൊടുത്ത്. എന്തേറ്റെടുത്തു? ആരെ നിസ്കാരം ഏറ്റെടുത്തു? അല്ലാ തസിറു വാസിറത്തും വിസ്റ ഉഖ്റാ, ഒരാളുടെ പാപഭാരം മറ്റൊരാൾ ഏറ്റെടുക്കില്ല. ഖുർആനോട് വെല്ലുവിളിച്ചാ തങ്ങൾ വന്നത്. എന്ത് തങ്ങളാ? ആ തങ്ങൾക്ക് മറ്റൊരാൾ നിസ്കാരം ഏറ്റെടുക്കാൻ പറ്റില്ല. അവിടെ തങ്ങൾ പറയേണ്ടത് ബോധമുണ്ടല്ലേ? ആ ബോധമുണ്ട്, എന്നാലേ കിടക്കുന്ന സ്ഥലത്ത് നിസ്കരിച്ചാൽ മതി. റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. നിൽക്കാൻ കഴിയാത്തവനെ ഇരിക്കാം, ഇരിക്കാൻ കഴിയാത്തവന് കിടക്കാം. കിടക്കുമ്പോൾ തന്നെ അവയവങ്ങൾ ഇളക്കാൻ പറ്റാത്ത അവസ്ഥയിൽ മനസ്സുകൊണ്ടത് ചെയ്യാം. അതുകൊണ്ട് ഒന്നും പേടിക്കണ്ട എന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ട തങ്ങള് നിസ്കാരം മുഴുവൻ ഞാൻ ഏറ്റെടുത്തു അത്രേ. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, മോളെ, നീ എൻ്റെ കരളിന്റെ കഷ്ടമാണ്. ഈ ദുനിയാവിൽ വെച്ച് മോക്ക് എന്താ ആവശ്യം ചോദിച്ചോ, പക്ഷേ മോളെ, നിന്റെ തടി നീ നരകത്ത് നിന്ന് കാക്കണം. ആരോടായി പറയുന്നത്? സ്വന്തം മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട്. ഞാൻ പഠിപ്പിച്ച ഇസ്ലാമിലും ഞാൻ പഠിപ്പിച്ച ഈമാനും നിനക്കുണ്ടെങ്കിൽ നിനക്ക് രക്ഷപ്പെടാം. മുഹമ്മദ് നബിന്റെ മോളാന്ന് പറഞ്ഞാൽ നാളെ പരലോകത്ത് രക്ഷപ്പെടില്ല. ഈ ഹദീസൊന്നും ഒരു മുസ്ലിയാക്കന്മാരും ജനങ്ങളോട് പറയാറില്ല. അതുകൊണ്ട് മനുഷ്യൻ മാറണോ? എൻ്റെ ജീവിതത്തിൽ ഞാൻ അക്കൗണ്ടബിൾ ആണ്, ഞാൻ കണക്ക് പറയേണ്ടി വരും. എന്നാൽ ഇടക്കാളെ വെച്ചാലോ, അതോ ഞാൻ ബദരീങ്ങൾ ആണ്ടിൽക്ക് ഒരു കുട്ടനാ കൊടുത്തത്, ഉഹുദീങ്ങളത് വേറെ കൊടുത്ത്, മുദീഷന് വേറെയും കൊടുത്ത്. പിന്നെ മൂപ്പരെ വിചാരം എന്താ? ഞാൻ തെറ്റൊക്കെ ചെയ്ത് പരലോകത്തെത്തിയാൽ എന്നെ പിടിച്ച് സ്വർഗത്ത് കൊണ്ടാൻ വേണ്ടി, ബദരീങ്ങൾ ഒരു ഭാഗത്തുനിന്ന് ഉഹുദീങ്ങൾ ഒരു ഭാഗത്ത്, ബദരീങ്ങൾ ഒരു ഭാഗത്ത് എന്നെ പിടിച്ച് സ്വർഗത്ത് കൊണ്ടാൻ വേണ്ടി തല്ലുംപിടിയായിരിക്കും. ഇല്ല, വലൈസലിൽ ഇൻസാനി ഇല്ലാ മാ സആ, എല്ലാ ഓരോ മനുഷ്യരും അവനവൻ പ്രവർത്തിച്ചതല്ലാതെ ഇല്ല, അവരവർ പ്രവർത്തിച്ചതേ ഉണ്ടാവുള്ളൂ. അപ്പോഴാണ് സഹോദരങ്ങളെ മനുഷ്യൻ നന്നാവുക. അതുകൊണ്ടാണ് സകല പ്രവാചകന്മാരും, മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അള്ളാന്റെ റസൂല് വന്നിട്ട് ജനങ്ങളോട് പറയാ, നിങ്ങൾ കള്ളുടിക്കരുത്, നിങ്ങൾ വ്യഭിചരിക്കരുത്. ജനങ്ങൾ കേൾക്കുമായിരുന്നില്ല. മറിച്ച് അവിടുന്ന് എന്തുകൊണ്ട് മദ്യപിക്കരുത്, എന്തുകൊണ്ട് വ്യഭിചരിക്കരുത്, പടച്ചോനെ പറ്റി പഠിപ്പിച്ചു കൊടുത്തു. അപ്പോൾ അവർ മാറി. അടിസ്ഥാന പരിഹാരം അതാണ്. അതാണ് വിശ്വാസ വിശുദ്ധി.
വിശ്വാസരംഗത്തുള്ള സകല ജീർണതകളെയും മാറ്റി നിർത്തി വിശുദ്ധമായ ഒരു വിശ്വാസത്തിലേക്ക് എത്തിച്ചേരുക എന്നത് പ്രധാനമാണ്. ഈ വിശ്വാസരംഗത്ത് പോലും അബദ്ധങ്ങൾ ഉണ്ടാവുകയാണ് സമൂഹത്തിൽ. ഉദാഹരണമായി റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ രാത്രികളിലും അന്ത്യയാമങ്ങളിൽ ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരും. വിശുദ്ധമായ ഹദീസാണ്. ആ ഹദീസ് ചിലർ ബുദ്ധി കൊണ്ട് ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ ഇറങ്ങി വരില്ല. ഇസ്ലാം എന്താ പഠിപ്പിച്ചത്? ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവസ് സമീഉൽ അലീം. അതെ, അവനെ പോലെ യാതൊന്നുമില്ല. മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറഞ്ഞു, അല്ലാഹു സിംഹാസനസ്ഥനാകുമെന്ന് പറഞ്ഞാൽ അത് ഉള്ള കാര്യമാണ്. വൽ ഈമാനു ബിഹി വാജിബുൻ, അതിൽ വിശ്വസിക്കൽ നിർബന്ധമാണ്. വൽ കൈഫിയത്തു മജ്ഹൂലുൻ, അതെങ്ങനെ എന്ന് നമുക്കറിയില്ല. അപ്പൊ പടച്ചോൻ ഇറങ്ങുന്നു പറയുമ്പോൾ നിഷേധിക്കാൻ കാരണം എന്താ? നമ്മൾ ഏതോ ഒരു ഇറക്കം മനസ്സിൽ വന്നു. ലോകത്തുള്ള ഒരിറക്കവും പടച്ചവന്റെ ഇറക്കത്തോട് താരതമ്യം ചെയ്യാൻ പാടില്ല. ആരെങ്കിലും അതിനെ പരിഹസിക്കുന്നുവെങ്കിൽ ആ ഇറക്കത്തെ സൃഷ്ടികളുടെ ഇറക്കത്തോട്, എന്നാൽ ഖുർആൻ പറഞ്ഞു വലം യകുല്ലഹു കുഫുവൻ അഹദ്, അവന് തുല്യരായി ആരും തന്നെ ഇല്ല. അതുകൊണ്ട് ക്ലിയർ ആണ് ഇസ്ലാമിന്റെ തൗഹീദ്, ഇസ്ലാമിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എല്ലാ അർത്ഥത്തിലും വ്യക്തമാണ്, ക്ലിയർ ആണ്. അതേ സന്ദർഭത്തിൽ ഈ രംഗത്ത് കൺഫ്യൂഷനുകൾ ഉണ്ടാക്കാൻ കേരളത്തിൽ ആദ്യമായി ശ്രമിച്ചത് ചേകനൂർ മൗലവിയാണ്. ചേകനൂർ മൗലവി സംസം വെള്ളത്തിന്റെ പ്രാധാന്യം നിഷേധിച്ചു. ചേകനൂർ മൗലവി ഹജറുൽ അസ്വദിന്റെ പ്രാധാന്യം നിഷേധിച്ചു. അതിന് അദ്ദേഹം പറഞ്ഞത് സംസം വെള്ളത്തിന് പ്രാധാന്യമുണ്ടെന്ന് വന്നാൽ അത് അഭൗതികമായ എന്തോ പ്രത്യേകത ആ വെള്ളത്തിനുണ്ട് എന്ന് വരും. അത് പടച്ചോന് മാത്രല്ലേ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ വെള്ളവും സംസം വെള്ളമൊക്കെ സമമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ബുദ്ധിയില്ലായ്മ ആദ്യം കൊണ്ടുവന്നത് കേരളത്തിൽ വ്യാപകമായി ചേകനൂർ മൗലവിയായിരുന്നു. അത് സമൂഹത്തിൽ ഒറ്റപ്പെട്ട ആളുകളെ ഏറ്റെടുത്തു. അതിന്റെ പ്രതിഫലനമാണ് നമുക്ക് പിന്നീട് കാണാൻ സാധിച്ചത്. അതോടുകൂടി കേരളത്തിൽ ഒട്ടേറെ വിവാദങ്ങൾ ഉണ്ടായി. ആ വിവാദങ്ങൾ എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന ചിലരെങ്കിലും ഇത്രയും നല്ലൊരു ആശയമായിട്ട് നിങ്ങൾ മുജാഹിദുകൾ തന്നെ വ്യത്യസ്ത വിഭാഗങ്ങളായി മാറിപ്പോയല്ലോ, ഞങ്ങളൊക്കെ അതിൽ വിഷമത്തിലാണെന്ന് പറയാറുണ്ട്. അവരോട് പറയാനുള്ളത്, മുസ്ലിം സമൂഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവസാന കാലമാകുമ്പോ ഫസയറാ ഇഖ്തിലാഫൻ കസീറാ, ധാരാളക്കണക്കിന് അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾ കാണുക തന്നെ ചെയ്യും. അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ കാണുമ്പോൾ നമ്മൾ സ്വീകരിക്കേണ്ട ഐക്യത്തിന്റെ നിലപാടെന്താ? ആ സന്ദർഭത്തിൽ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? എന്റെയും എന്റെ ഖുലഫാഉർ റാഷിദീങ്ങളുടെയും മാർഗത്തെ നിങ്ങൾ മുറുകെ പിടിക്കണം. മറ്റൊരു ഹദീസിൽ മാ അന അലൈഹിൽ യൗമ വഅസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബികളും ഏതൊരു മാർഗത്തിലാണോ ആ മാർഗത്തെ മുറുകെ പിടിക്കണം. അതുകൊണ്ടാണ് മുജാഹിദുകൾക്കിടയിൽ, സമസ്തക്കിടയിൽ, ജമാഅത്തുകാർക്കിടയിൽ, തബ്ലീഗ് ജമാഅത്തിൽ പോലും ഇന്ന് ഭിന്നിപ്പ് കാണാം. ഈ ഭിന്നിപ്പുകൾ കാണുമ്പോൾ ഞാനൊന്നുമില്ലേ എന്നല്ല, മറിച്ച് ആ ഭിന്നിപ്പുകൾ ഉണ്ടാകുമ്പോൾ ആ സന്ദർഭത്തിൽ അവിടുന്നും റസൂലുള്ളയും സ്വഹാബത്തും കാണിച്ച മാർഗം എന്താണ്? ആ മാർഗം തേടിപ്പിടിച്ച് ആ മാർഗത്തോടൊപ്പം നമ്മൾ എത്തണം. അതോടുകൂടി എല്ലാ വിവാദങ്ങളും, ജിന്ന് സിഹർ വിവാദങ്ങൾ അടക്കം എല്ലാം മണിക്കൂറുകൾ കൊണ്ട് തീരും. മണിക്കൂറുകൾ കൊണ്ട് ആ വിഷയങ്ങൾ മുഴുവൻ തീരും. അതൊക്കെ ഏതൊക്കെ സന്ദർഭത്തിൽ കേരളത്തിൽ വിവാദമായി വന്നിട്ടുണ്ടോ ആ സന്ദർഭത്തിലൊക്കെ വിശുദ്ധ ഖുർആനിലൂടെ, പ്രവാചക ചര്യയിലൂടെ ആ കാര്യങ്ങൾ നാം ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. എന്നാൽ ചേകനൂരി ആദർശം, അതിൻ്റെ അനുനരണങ്ങൾ വ്യാപകമായി കേരളത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ച് അങ്ങനെ അതിന് സംഘടിത രൂപം വരെ ഉണ്ടായ അവസ്ഥ കേരളത്തിലുണ്ടായി. അവിടെയാണ് കേരളത്തിലെ പ്രസിദ്ധീകരണങ്ങളിൽ, കേരളത്തിലെ മിമ്പറുകൾക്ക് മുകളിൽ വെച്ച്, ഈ താമരശ്ശേരിക്ക് പരിസരമുള്ള ഒരു മലയാളി മിമ്പറിന്റെ മുകളിൽ വെച്ച്, ബദറിൽ മലക്കുകൾ ഇറങ്ങിയിട്ടില്ല കൂട്ടരെ, ബദറിൽ മലക്ക് ഇറങ്ങിയിട്ടില്ല കൂട്ടരെ, അടുത്ത ആഴ്ച ഹതീബ് ആ പള്ളിയിലേക്ക് പോവാൻ പറ്റിയിട്ടില്ല, അദ്ദേഹത്തിന്റെ ഗ്രൂപ്പ് ആയിട്ട് പോലും. ഞാൻ പറയുന്നത് അതെന്നോ ചേകനൂർ പറഞ്ഞ കാര്യല്ലേ, അത് എന്തിനാ നിങ്ങൾ ഈ പറയുന്നത്? ചേകനൂര് പറഞ്ഞ കാര്യം മിമ്പറിന്റെ മുകളിൽ വെച്ച്, പവിത്രമായ മിമ്പറിന്റെ മുകളിൽ വെച്ച് പറഞ്ഞപ്പോ കൈകാര്യം ചെയ്യാൻ നാട്ടുകാരുണ്ടായി. കാരണം ബദറിൽ മലക്കിറങ്ങി, മലക്കുകൾ സഹായിച്ചു എന്ന് പറഞ്ഞാൽ അത് ശിർക്കല്ല,
മലക്കുകളുടെ പ്രകൃതമനുസരിച്ച്, അവർക്ക് റബ്ബ് നിശ്ചയിച്ച വ്യവസ്ഥ അനുസരിച്ച് റബ്ബിന് നമ്മെ സഹായിക്കാൻ കഴിയും. രാവിലെ സുബഹിക്ക് പള്ളിയിൽ പോകുമ്പോ ഒന്നാമത്തെ സഫിലേക്ക് നമ്മൾ ഇരുന്നാൽ, ഒന്നാമത്തെ സഫിലെ വലതുഭാഗത്തേക്ക് ഇരുന്നാൽ മലക്കുകളുടെ ദുആ നമുക്ക് കിട്ടും. മലക്കുകൾ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളെ സഹായിക്കുകയാണ്. അതിൽ ലോകത്താർക്കും തർക്കമില്ല. എന്നാൽ അഭൗതികത തിരിയാതിരുന്നപ്പോ, കാര്യകാരണ ബന്ധം തിരിയാതിരുന്നപ്പോ ചേകനൂരിന് തെറ്റി. ആ തെറ്റ് പിന്നീട് കേരളത്തിൽ ആവർത്തിച്ചു വന്നു. ആ തെറ്റുകളെ തിരുത്താൻ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അവിടെയാണ് പറഞ്ഞ് എന്താണ് പറയുന്നതെന്ന് പോലും അറിയാതെ ന്യായീകരണ തൊഴിലാളികൾ ഇപ്പോൾ എത്തിയത്. അഭൗതിക കാര്യകാരണ ബന്ധം, അങ്ങനെ ഒരു കാര്യകാരണ ബന്ധമുണ്ട്. അഭൗതിക കാര്യകാരണ ബന്ധം എന്നൊരു പുതിയ പദം കണ്ടുപിടിച്ചിരിക്കുന്നു. ഡോക്ടറേറ്റ് കൊടുക്കേണ്ട പദപ്രയോഗമാണത്. കാര്യകാരണ ബന്ധത്തിനപ്പുറം എന്ന് പറഞ്ഞാൽ അത് അല്ലാഹു മാത്രമാണ്. അവിടെ അബദ്ധം പറ്റിയപ്പോ ആ അബദ്ധത്തെ ന്യായീകരിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. സഹോദരങ്ങളെ, ലാ ഇലാഹ ഇല്ലല്ലാഹാണിത്, തൗഹീദാണിത്. അതുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം എവിടെ അല്ലാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കാമെന്ന് ശിർക്കിന്റെ ശബ്ദവുമായി ആരെവിടെ വന്നാലും അവിടെ മറുപടിയായി മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടാകും. കാന്തപുരം നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, മുദബ്ബിറുൽ ആലം CM ആണെന്ന് പറഞ്ഞപ്പോ നമ്മൾ ഇറങ്ങി, പ്രതിഫലമുണ്ടായി. പേരോട് അബ്ദുറഹിമാൻ സഖാഫി, അദ്ദേഹം സമസ്തയുടെ, വിഘടിത സമസ്തയുടെ 100ാം വാർഷികവുമായി ബന്ധപ്പെട്ട പരിപാടി തളങ്കരയിൽ നടന്നപ്പോ കാന്തപുരത്തെ ഇരുത്തിക്കൊണ്ട് പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത്. അതാണ് മുസ്ലിംകളുടെ വിശ്വാസം. ചേകരു പിന്നെ പേരോടിനെ സ്വാധീനിക്കുന്നത് ഖുർആനാണ്, ഹദീസാണ്. അതിന്റെ അർത്ഥം പേരോട് മൊത്തം നന്നായി എന്നല്ല, മറിച്ച് സമസ്തക്കിടയിൽ വരെ, ശിർക്കിനിടയിൽ വരെ, അന്ധവിശ്വാസികൾക്കിടയിൽ വരെ ഭിന്നിപ്പുണ്ടായി. ഏതിന്റെ പേരിൽ? പടച്ചവന് മാത്രം കൊടുക്കേണ്ടത് പടച്ചവനല്ലാത്തവർക്ക് പങ്കുവെക്കുന്ന ഒരവസ്ഥ വന്നപ്പോൾ. അതുകൊണ്ട് എൻ്റെ ശബ്ദം ശ്രവിക്കുന്നവരെ, ഈ ഫാമിലി കോൺഫറൻസിന്റെ സന്ദേശം, ഒന്നാമത്തെ ഭാഗം വിശ്വാസ വിശുദ്ധിയാണ്. ആ വിശുദ്ധി നേടിയെടുക്കാൻ വളരെ ബോധപൂർവം നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം. സഹോദരീ സഹോദരന്മാരെ, ഈ ദിനങ്ങളെ കുറിച്ച് 2-3 വാക്കുകൾ കൂടി പറഞ്ഞ് നമുക്കൊന്നിച്ചു പിരിയാം. അതിലേറ്റവും പ്രധാനം മഹാനായ മുഹമ്മദ് മുസ്തഫ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മഹാനായ ഉസാമ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അങ്ങ് മറ്റു മാസങ്ങളിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ശഅബാൻ മാസത്തിൽ നോമ്പ് നോൽക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ മുഹമ്മദ് മുസ്തഫ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാലിക ശഹ്റുൻ യഗ്ഫുലു നാസു അൻഹു ബൈന റജബ വ റമളാൻ. ഇതൊരു മാസമാണ്, റജബിനും റമളാനിനും ഇടക്ക് ജനങ്ങൾ അശ്രദ്ധമായി പോകുന്ന മാസമാണ്. അടുത്ത വാചകം പ്രധാനമാണ്, വഹുവ ശഹ്റുൻ തുർഫഉ ഫീഹിൽ അമാലു ഇലാ റബ്ബിൽ ആലമീൻ. ഇതൊരു മാസമാണ്, അടിമകളുടെ അമലുകൾ റബ്ബുൽ ആലമിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ് ശഅബാൻ. അടുത്ത വാചകം ഒന്നുകൂടി ശ്രദ്ധിച്ചോളൂ, ഫഉഹിബ്ബു. ആര്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫഉഹിബ്ബു, ഞാൻ ഇഷ്ടപ്പെടുന്നു, അൻ യുർഫഅ അമലി, എന്റെ അമലുകൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നത്, വഅന സ്വായിമുൻ, ഞാനൊരു നോമ്പുകാരനായിരിക്കെ. അതുകൊണ്ട് ഈ മാസം ശ്രദ്ധിക്കേണ്ടുന്ന മാസമാണ്. ഞാനൊരു നോമ്പുകാരനായിരിക്കെ. അപ്പൊ നോമ്പെന്ന് പറഞ്ഞാൽ കഠിന വ്രതമാണ്. അതിന്റെ താഴെയുള്ള ആ ദാനധർമ്മങ്ങളാകട്ടെ, ഖുർആൻ പാരായണമാകട്ടെ, ജമാഅത്ത് നമസ്കാരങ്ങളിൽ ഈ ദിവസങ്ങളിൽ സുബഹ് ജമാഅത്തിന് പോകാത്തവൻ എന്നാ സുബഹി ജമാഅത്തിന് പോവുക? നോക്കൂ ബോർഡിൽ, സുബഹ് ജമാഅത്ത് 6 മണി, 6:05, 6:02. എന്നിട്ട് കിടന്നുറങ്ങുന്നവർ അതെ, സ്വന്തം മക്കളെയും സ്വന്തം കുടുംബത്തെയും സുബഹിക്ക് എഴുന്നേറ്റ് നമസ്കരിപ്പിക്കേണ്ട ചിലരെങ്കിലും സുബഹിയുടെ സമയത്ത് കിടന്നുറങ്ങുന്നു. മുഹമ്മദ് മുസ്തഫ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയ ഒരു കാര്യമുണ്ട്. 2 നമസ്കാരങ്ങൾ, ആ 2 ജമാഅത്ത് നമസ്കാരങ്ങൾ മനസ്സിൽ കാപ്പറ്റ്യമുള്ളവർക്ക് പ്രയാസമായിരിക്കും. ഒന്ന് ഇശാ ജമാഅത്ത്, മറ്റൊന്ന് സുബഹ് ജമാഅത്ത്. ദുഹറിന് നാട്ടിലില്ല, അസറിന് നാട്ടിലില്ല, മഗ്രിബിന് ബസ്സിലാണ്. ഇശാക്ക് നീ എവിടെ? സുബഹിക്ക് നീ എവിടെ? വീട്ടിലില്ലേ? നാട്ടിലില്ലേ?
പലപ്പോഴും നിനക്കൊരു കാറ് കിട്ടിയതാണോ, ഒരു ബൈക്ക് കിട്ടിയതാണോ, ചോർന്നൊലിക്കുന്ന വീട്ടിൽ നിന്ന് നിന്നെ ടെറസിന്റെ വീട്ടിലേക്ക് റബ്ബ് മാറ്റിയതാണോ നീ റബ്ബിന്റെ ഭവനത്തിലേക്ക് പോകാതിരിക്കാൻ കാരണം? അതുകൊണ്ട് സഹോദരീ സഹോദരങ്ങളെ, അത് വലിയ ത്യാഗമല്ല, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതാണ്. ഒരു ആക്സിഡന്റ് പറ്റി, തുടയെല്ല് പൊട്ടി, അട്ടം നോക്കിക്കിടക്കുമ്പോ ബാങ്ക് കൊടുക്കുമ്പോൾ ആലോചിക്കും, പടച്ചോനെ പള്ളി പോകാൻ പറ്റുന്നില്ലല്ലോ. അപ്പം മനസ്സ് ചോദിക്കടോ, നീ തുടയെല്ല് പൊട്ടാത്ത, അസുഖമില്ലാത്ത സന്ദർഭങ്ങളിൽ വർഷങ്ങളോളം നീ പള്ളിയിലേക്ക് പോയില്ലല്ലോ. അതുകൊണ്ട് സഹോദരങ്ങളെ, ജമാഅത്ത് നമസ്കാരങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിശ്വാസ വിശുദ്ധി വർദ്ധിപ്പിച്ചു കൊണ്ടുവരാൻ അമലുകൾ കൂടുന്തോറും നമുക്കത് കാരണമാകും. വ്യാഴാഴ്ച നോമ്പുകൾ, തിങ്കളാഴ്ച നോമ്പുകൾ, 13, 14, 15 നോമ്പുകൾ. ഒപ്പം നോമ്പ് കടമുള്ള നമ്മുടെ സഹോദരിമാരോടടക്കം പ്രത്യേകം പറയണം, ശഅബാന്റെ അവസാനത്തിലേക്ക് വെക്കരുത്, അതിനു മുമ്പ് തന്നെ ആ നോമ്പുകൾ നോറ്റു വീട്ടണം. അങ്ങനെ തയ്യാറെടുത്തുകൊണ്ട് റമദാനിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഫമാ റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തക്മല സിയാമ ശഹരി ഇല്ലാ റമദാൻ. റമദാൻ മാസത്തിലല്ലാതെ പൂർണ്ണമായും ഒരു മാസം നോമ്പ് നോൽക്കുന്നത് റസൂലുള്ളാഹിയെ ഞാൻ കണ്ടിട്ടില്ല. അടുത്ത വാചകം, വമാ റഅയ്തുഹു അക്സറ സിയാമൻ മിൻഹു ഫീ ശഅബാൻ. ശഅബാനിനേക്കാൾ കൂടുതൽ മറ്റൊരു മാസവും നോമ്പ് അനുഷ്ഠിക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ നോമ്പുകൾ നോറ്റ് അമലുകൾ വർദ്ധിപ്പിച്ച്, കാരണം നമ്മുടെ അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന ദിവസങ്ങളാണ്, അതിലാണ് നമ്മൾ ഉള്ളത്. അതുകൊണ്ട് ഈ ജില്ലയുടെ വ്യത്യസ്ത ഭാഗത്ത് വന്ന പ്രതിനിധികളാണ് ഇവിടെ ഉള്ളത്. ഈ പ്രതിനിധികളോട് പറയുന്നു, നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. തിരിച്ചുപോയി നമുക്ക് ചെയ്യാനുള്ളത്, നമുക്ക് റമദാൻ മാസത്തിൽ വിശ്രമമില്ല. റമദാൻ മാസത്തിൽ കൂടുതൽ അയൽക്കൂട്ടങ്ങൾ നടക്കും. കാരണം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ദുഹർ വരെയുള്ള സമയം അവർക്ക് ഫ്രീ ആണ്. അതുകൊണ്ട് അയൽക്കൂട്ടങ്ങളുടെ പ്രളയം നടക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ആദ്യ 2 പത്തുകളിൽ ധാരാളം അയൽക്കൂട്ടങ്ങൾ. നിശ്ചയിച്ചതുപോലെ ഒരു ശാഖ, ചുരുങ്ങിയത് 5 അയൽക്കൂട്ടം. ആ അയൽക്കൂട്ടത്തിന്റെ പ്രത്യേകത, എവിടെയാണോ അയൽക്കൂട്ടം വെക്കുന്നത്, ആ അയൽക്കൂട്ടം വെക്കുന്ന വീട്ടുകാരന്റെ കുടുംബക്കാരെ കൂട്ടത്തോടെ ക്ഷണിക്കണം. നമ്മുടെ വീട്ടിലേക്ക് അവർ വരും. അവർക്ക് പല സഹായവും നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്, പല ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തനം അവരെ നരകത്ത് നിന്ന് കാത്തു രക്ഷിക്കലാണ്. അവരോട് നമ്മുടെ ആശയം പറഞ്ഞു കൊടുക്കാൻ പറ്റിയ സമയമാണിത്. അതുകൊണ്ട് അയൽക്കൂട്ട വിപ്ലവം കോഴിക്കോട് ജില്ലയിൽ ഇന്നോടുകൂടി ആരംഭം കുറിക്കുകയായി. അങ്ങനെ മുഴുവൻ ജനങ്ങളിലേക്കും പരിശുദ്ധ ഇസ്ലാമിന്റെ, തൗഹീദിന്റെ, സുന്നത്തിന്റെ സന്ദേശം എത്തിക്കുവാൻ നമ്മൾ പ്രതിജ്ഞാബദ്ധരായി. ഒരൊറ്റ ലക്ഷ്യം മാത്രം, നമുക്ക് വിജയിക്കണം. കാരണം മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇർതഹലത്തി ദുനിയാ മുദ്ബിറ വർതഹലത്തിൽ ആഖിറത്തു മുഖ്ബില. ദുനിയാവ് വേഗം അടിച്ചു നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ദുനിയാവ് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. വർത്തഹലത്തിൽ ആഖിറത്തു മുഖ്ബില, ആഖിറത്ത് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ദുനിയാവ് പെട്ടെന്ന് പോകുന്നു, ആഖിറത്ത് പെട്ടെന്ന് വരുന്നു. വലികുല്ലി വാഹിദത്തിൻ മിൻഹുമാ ബനൂൻ, എല്ലാവർക്കും സന്താനങ്ങളുണ്ട്. ഫകൂനു അബ്നാ അൽ-ആഖിറ, നിങ്ങൾ ആഖിറത്തിന്റെ സന്താനങ്ങളാകുവീൻ. വലാ തകൂനു മിൻ അബ്നാഇദ് ദുനിയാ, നിങ്ങൾ ദുനിയാവിന്റെ മക്കളാവരുത്, നിങ്ങൾ ദുനിയാവിന്റെ മക്കളാകരുത്. അടുത്ത വാചകം, ഫഇന്നൽ യൗമ അമലുൻ, ഇത് അമലിന്റെ ദിവസമാണ്, അമലുകളുടെ കാലമാണിത്. വലാ ഹിസാബഹു, ഇവിടെ വിചാരണയില്ല. വഗദൻ, നാളെ എന്ന് പറഞ്ഞാൽ ഹിസാബുൻ, അവിടെ ഹിസാബാണുള്ളത്. വല അമലുൻ, അവിടെ അമലുകളില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ നല്ല പ്രവർത്തനങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.